ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ശുദ്ധീകരണാത്മാക്കളും നമ്മളും തമ്മിലുള്ള ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മളിത് ചിന്തിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, നവംബർ മാസം ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി മാത്രമായി സഭ പ്രത്യേകമായി മാറ്റിവെച്ച മാസമാണല്ലോ. പ്രത്യേകമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ വർഷവും ഈ വർഷവും നവംബർ 1 തീയതി മുതൽ 30 തീയതി വരെ സെമിത്തേരി സന്ദർശിച്ച് ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി ഒരു വിശ്വാസ പ്രമാണവും ഒരു സ്വർഗസ്ഥനായ പിതാവും ഒരു നന്മ നിറഞ്ഞ പറയും ത്രിത്വസ്തുതിയും മാർപ്പാപ്പയുടെ നിയോഗാർത്ഥം പ്രാർത്ഥിക്കുമ്പോൾ ഒരു ശുദ്ധീകരണാത്മാവ് പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സ്വർഗമൊരുക്കിയ വലിയ അവസരമാണല്ലോ ഈ മാസം. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, 1 കൊരിന്ത്യർ 1-ാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധ വചനം പഠിപ്പിക്കുക, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം പോഷത്വമത്രേ. എന്നാൽ ദൈവത്തിലൂടെ ചരിക്കുന്ന നമുക്ക് അത് ദൈവത്തിൻ്റെ ശക്തി അത്രേ. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, കർത്താവിൻ്റെ വലിയ കരുണയുടെ, കർത്താവിൻ്റെ വലിയ കൃപയുടെ, കർത്താവിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ മാസമാണല്ലോ നവംബർ മാസം. പ്രത്യേകമായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ, സഭയിൽ, സമർപ്പിത ജീവിതങ്ങൾ, പ്രത്യേകമായിട്ട് അപകടത്തിലും രോഗത്തിലും മരിച്ചുപോയ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, വേദനിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സ്വർഗമൊരുക്കിയ ഈ ശുശ്രൂഷയോർത്ത് ദൈവത്തിന് നന്ദി പറയാം. നമുക്ക് കരങ്ങളൊന്ന് തുറന്നു പിടിച്ച് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കുവാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുന്നതിന് മുമ്പായി നമുക്ക് ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം 2-ാം തിരുവചനം, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കെ ദൈവവചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവരെയാണല്ലോ കർത്താവ് കടാക്ഷിക്കുന്നത്. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കെ ദൈവവചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്ന ദൈവമക്കളെയാണല്ലോ കർത്താവ് കടാക്ഷിക്കുന്നത്. കരങ്ങൾ രണ്ടും ഉയർത്തിപ്പിടിച്ച് ഓ കർത്താവേ, ഞങ്ങളങ്ങെ ആരാധിക്കുക. ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും വേണ്ടി, പ്രത്യേകിച്ച് ശുദ്ധീകരണ സ്ഥലത്തിൽ വേദനിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്ക് വേണ്ടി എല്ലാം നമുക്ക് പ്രാർത്ഥിക്കാൻ പോവുക. 2 കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി, ജീവിക്കുന്ന ദൈവത്തിന്റെ ഏകപുത്രനായ ഈശോയെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോവുക. ഈശോയെ ആരാധന, ആരാധന, സ്വരമുയർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, കുടുംബത്തിൽ മരിച്ചവർക്ക് വേണ്ടി, ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. അവരുടെ പ്രതിനിധിയായി, അവരുടെ പ്രതിനിധിയായി ദൈവത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് പാടുന്ന യേശുവിന്റെ പരിശുദ്ധ രക്തം, യേശുവിന്റെ ചുടുനിണം, തിരുവിലാവിലെ രക്തം, കരുണയുടെ രക്തം ആത്മാക്കളെ കഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധന, 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 ആരാധന. യേശുവേ, യേശുവേ, യേശുവേ. കഴുകണമേ, തിരുച്ചോരത്തുള്ളിയാൽ കഴുകണമേ, തിരുരക്തത്താലെ തിരുച്ചോരയാൽ ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ, ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ. തിരുരക്തത്താൽ എന്നെ കഴുകണമേ, തിരുച്ചോരത്തുള്ളിയാൽ കഴുകണമേ, തിരുരക്തത്താലെ തിരുച്ചോരയാൽ ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ, ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തിരുരക്തത്താൽ എന്നെ കഴുകണമേ,
കഴുകണമേ. യേശുവിന്റെ രക്തം, തിരുച്ചോരത്തുള്ളിയാൽ കഴുകണമേ. അഭിഷേക രക്തം, തിരുരക്തത്താലെ കരുണയുടെ തിരുച്ചോരയാൽ ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ. ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ. തിരുരക്തത്താൽ എന്നെ കഴുകണമേ. തിരുച്ചോരത്തുള്ളിയാൽ കഴുകണമേ. തിരുരക്തത്താലെ തിരുച്ചോരയാൽ ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ. ഞങ്ങളെ പൂർണ്ണമായി ഒറ്റ വിളി ജീവിക്കുന്ന ദൈവമേ, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഏകനാമമായ യേശുവിന്റെ നാമത്തെ ഞങ്ങൾ വിളിക്കുന്നു. ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും വിധിക്കുന്നവനായ വിധിയാളനായ നീതിമാനായ കരുണയുടെ ദൈവമായ യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം അഭിഷേകം ഞങ്ങൾ നിറയട്ടെ. തിരുരക്തം തിരുരക്തം ഞങ്ങളിൽ ഒഴുകട്ടെ. അഭിഷേകം അഭിഷേകം ഞങ്ങൾ നിറയട്ടെ. തിരുരക്തം തിരുരക്തം ഞങ്ങളിൽ ഒഴുകട്ടെ. പാപം പാപം നീങ്ങിപ്പോകട്ടെ. തിരുരക്തം തിരുരക്തം ഞങ്ങളിൽ ഒഴുകട്ടെ. പാപം പാപം നീങ്ങിപ്പോകട്ടെ. തിരുരക്തം തിരുരക്തം ഞങ്ങളിൽ ഒഴുകട്ടെ. അഭിഷേകം അഭിഷേകം ഞങ്ങളിൽ നിറയട്ടെ. തിരുരക്തം തിരുരക്തം ഞങ്ങളിൽ ഒഴുകട്ടെ. അഭിഷേകം അഭിഷേകം ഞങ്ങൾ നിറയട്ടെ. പരിശുദ്ധാത്മാവേ, Jesus Christ, in the blood of Jesus Christ, in the blood of Jesus Christ, in the blood of Jesus Christ. Whatever Yeshua, Hallelujah, Hallelujah, Hallelujah. Abhishekam varshikkaname, kripakal varshikkaname, ആത്മാവിനെ അയക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ. ശക്തി വർഷിക്കണമേ. കൃപകൾ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, കരങ്ങളൊന്ന് കൂപ്പിപ്പിടിച്ച് കണ്ണുകളെല്ലാം അടച്ച് ശുദ്ധീകരണാത്മാക്കളുടെ വലിയ കരുണയുടെ അമ്മയാണല്ലോ പരിശുദ്ധി അമ്മ. അമ്മ മാതാവിൻ്റെ പരിശുദ്ധിയുള്ള വിമല ഹൃദയത്തിലേക്ക് ഈ ശുശ്രൂഷയെ സമർപ്പിക്കാം. ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്ന പരിശുദ്ധി അമ്മേ, സമുദ്രതാരകമായ പരിശുദ്ധി അമ്മേ, അമ്മ മാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥതയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നിമിഷം നമ്മുടെ കുടുംബങ്ങളിൽ, കുടുംബശാഖകളിൽ, അപ്പൻ്റെയും അമ്മയുടെയും കുടുംബശാഖകളിൽ മരിച്ചുപോയ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് ഭൂലോകം മുഴുവൻ അർപ്പിക്കുന്ന ജീവനുള്ള ബലിയോട് ചേർത്ത് ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി ഞങ്ങളുടെ സഹനങ്ങൾ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്ന, ആരും ഓർക്കാതിരിക്കുന്ന, ആരും പ്രാർത്ഥിക്കാനില്ലാത്ത സകല സഭയിലുള്ള എല്ലാ ആത്മാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.
നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് ശാന്തമായിട്ട് സ്വസ്ഥാനങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മൾ ഒത്തിരി ദൈവത്തിന് നന്ദി പറയുക. ഷക്കന മിനിസ്ട്രി, ഷക്കന ടെലിവിഷൻ, പ്രത്യേകിച്ച് സന്തോഷ് കരിമത്ര ബ്രദർ ഇങ്ങനൊരു ധീരമായ ഒരു തീരുമാനമെടുത്ത് പ്രത്യേകിച്ച് ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി ഈ ശുശ്രൂഷ ലൈവ് ചെയ്യണം. അനേകം പേർക്ക് ബോധ്യമില്ലാത്ത ഒരു കാര്യമാണല്ലോ ശുദ്ധീകരണ സ്ഥലം. ഇന്ന് അനേകം വ്യക്തികൾ വിശ്വസിക്കുന്ന പോലുമില്ല ശുദ്ധീകരണ സ്ഥലം ഉണ്ടെന്ന്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപക്ഷെ സഭയിൽ പെട്ട അനേകം വ്യക്തികൾ പോലും ഇത് വിശ്വസിക്കാത്ത സമയത്ത് ധൈര്യത്തോടെ നവംബർ മാസം ആഗോള സഭ പ്രഖ്യാപിച്ചിരിക്കുന്ന ശുദ്ധീകരണാത്മാക്കളുടെ മാസത്തിൽ ഷക്കന ടെലിവിഷൻ ഈ ശുശ്രൂഷ ചെയ്യുവാൻ എടുത്ത തീരുമാനത്തെ ഓർത്ത് സ്വർഗത്തിലെ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളൊരു വചനഭാഗം ധ്യാനിച്ച് ഈ ശുശ്രൂഷയിലേക്ക് കടക്കാൻ പോവുക. ജ്ഞാനത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. നീതിമാന്മാരുടെ ആത്മാവ് ദൈവകരങ്ങളിലാണ്, ഒരു ഉപദ്രവവും അവരെ സ്പർശിക്കുകയില്ല. അവർ മരിച്ചതായി ഭോഷന്മാർ കരുതി. അവരുടെ മരണം പീഡനമായും നമ്മിൽ നിന്നുള്ള വേർപാട് നാശമായും അവർ കണക്കാക്കി. എന്നാൽ അവരാകട്ടെ ശാന്തി അനുഭവിക്കുന്നു. ശിക്ഷിക്കപ്പെട്ടവരെന്ന് മനുഷ്യദൃഷ്ടിയിൽ തോന്നിയാലും അനശ്വരമായ പ്രത്യാശയുള്ളവരാണവർ. ദൈവം അവരെ പരിശോധിക്കുകയും യോഗ്യരെന്ന് കാണുകയും ചെയ്തു. അല്പകാല ശിക്ഷണത്തിന് ശേഷം അവർക്ക് വലിയ നന്മ കൈവരും. ഉലയിൽ സ്വർണമെന്ന പോലെ അവിടുന്ന് അവരെ ശോധന ചെയ്ത് ദഹനബലിയായി സ്വീകരിച്ചു. അവിടുത്തെ സന്ദർശനത്തിൽ അവർ പ്രശോഭിക്കും. വൈക്കോലിൽ തീപ്പൊരി എന്ന പോലെ അവർ കത്തിപ്പടരും. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു വചനഭാഗമാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ഇന്ന് അനേകം വ്യക്തികൾ ഈ മേഖലയിൽ അജ്ഞതയുള്ളവരാണ്. മരണശേഷം എന്താണ് നടക്കുന്നെന്ന് പല വ്യക്തികൾക്കും ഇത് തിരിച്ചറിവില്ല. അതുകൊണ്ടാണ് മർക്കോസ് സുവിശേഷം 12-ാം അധ്യായം 24-ാം തിരുവചനത്തിൽ ഈശോ പഠിപ്പിക്കുകയാണ്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടാണ് ഇന്ന് പല മനുഷ്യർക്കും തെറ്റുപറ്റിയത്. സ്വരമെടുത്ത് പറഞ്ഞ് ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞ് ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഒരു പക്ഷേ അനേകം വൈദികർ ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വീണ്ടും ഞാനിത് ആവർത്തിക്കാൻ പോകുന്നത്, മരണശേഷം മരണസമയത്ത് എന്താണ് നടക്കുന്നതെന്ന് നമ്മൾ പഠിക്കണം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം CCC 1021-ാമത്തെ പേജിൽ, അതായത് ഓരോ വ്യക്തിയും മരണം കഴിഞ്ഞ ഉടനെ തനിക്കുള്ള പ്രതിഫലം സ്വീകരിക്കാൻ ദൈവസന്നിധി നിൽക്കണം. ഒന്നെങ്കിൽ നേരിട്ട് സ്വർഗം, അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലം, അല്ലെങ്കിൽ നരകം. അപ്പൊ 3-ൽ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്കാണ് ഞാനും നിങ്ങളും മാറ്റപ്പെടുന്നത്. സ്വരമെടുത്ത് പറയും ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒന്നെങ്കിൽ സ്വർഗം, അല്ലെങ്കിൽ നരകം, അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലം. നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ സഹോദരങ്ങൾ, ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ ഓരോ വ്യക്തികളും ഒന്നെങ്കിൽ സ്വർഗത്തിലുണ്ട്, അല്ലെങ്കിൽ ശുദ്ധീകരണ അവസ്ഥയിലുണ്ട്, അല്ലെങ്കിൽ നരകത്തിലുണ്ട്. സ്വരമെടുത്ത് പറയും ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞ് ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ,
ഇന്ന് ശുദ്ധീകരണ സ്ഥലത്തിൽ വേദനിക്കുന്ന ആത്മാക്കളെ കുറിച്ച് ദൈവജനത്തിന് അജ്ഞതയുണ്ട്. അനേകം മക്കൾക്ക് ഈ ബോധ്യമില്ല. പ്രത്യേകിച്ച് പെന്തക്കോസ്തൽ പഠനങ്ങൾ, പ്രൊട്ടസ്റ്റന്റ് പഠനങ്ങൾ ഇന്ന് അനേകം മക്കളുടെ ഉള്ളിലേക്ക് തട്ടി ശുദ്ധീകരണ അവസ്ഥയിൽ വേദനിക്കുന്ന ആത്മാക്കളെ കുറിച്ച് പ്രാർത്ഥിക്കാനോ, അവർക്ക് വേണ്ടി ബലിയർപ്പിക്കാനോ, അവർക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കാനോ, അവർക്ക് വേണ്ടി പരിത്യാഗം ചെയ്യാനോ, അവർക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കാനോ, അവർക്ക് വേണ്ടി ജപമാല ചൊല്ലാനോ, അവർക്ക് വേണ്ടി കരുണക്കൊന്ത ചെല്ലാനോ, അവർക്ക് വേണ്ടി ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാനോ ഇന്ന് ആത്മാക്കളില്ലാത്തതിന്റെ പേരിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ശുദ്ധീകരണാത്മാക്കൾ നിലവിളിക്കുന്നുണ്ട്. സ്വരപ്പെടുത്തി പറയും ഹല്ലേലൂയാ, ഹല്ലേലൂയ. 2004 വരെ ജീവിച്ച ഓസ്ട്രിയ എന്ന രാജ്യത്തിലെ ഒരു മിസ്റ്റിക്കായിരുന്നു. നമുക്കറിയാവുന്നതാണ്, ഒരു വ്യക്തിയാണ്. അതിശക്തമായി കർത്താവിന് ശുശ്രൂഷ ചെയ്ത ഒരു പ്രിയപ്പെട്ട മകളുണ്ട്, മരിയസമ്മ എന്ന് പറയും. മരിയസമ്മയുടെ അടുത്ത് അനേകം ശുദ്ധീകരണാത്മാക്കൾ സന്ദർശിക്കുമായിരുന്നു. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ചില വിശുദ്ധാത്മാക്കളുടെ അടുത്ത് ശുദ്ധീകരണാത്മാക്കൾ സന്ദർശിക്കും. മരിയസമ്മ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ശുദ്ധീകരണ സ്ഥലത്തിൽ വേദനിച്ച് കഴിയുന്ന പ്രൊട്ടസ്റ്റന്റ് സഭയിൽപ്പെട്ട വിശ്വാസികളെയും അവരുടെ നേതൃത്വത്തിലുള്ളവരെയും കണ്ടു. എന്നിട്ട് മരിയസമ്മ പറയുകയാണ്, ശുദ്ധീകരണ സ്ഥലത്തിൽ പരിശുദ്ധ അമ്മയാണ് ഇറങ്ങി വരുന്നത്. ശുദ്ധീകരണ സ്ഥലത്തിൽ പരിശുദ്ധ അമ്മ ഇറങ്ങി വരുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിന് അടിത്തട്ട് വരെ ഇറങ്ങി വരും. അപ്പോൾ പരിശുദ്ധ അമ്മ മാതാവ് ശുദ്ധീകരണ സ്ഥലത്തിൽ ഇറങ്ങി വരുമ്പോൾ, ഈ ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് ഇറങ്ങി വരും അമ്മയുടെ നീലക്കാപ്പയുടെ പ്രകാശമടിക്കുമ്പോൾ ശുദ്ധീകരണാത്മാക്കൾ, പ്രത്യേകിച്ച് ഈ ഭൂമിയിൽ, മരിയസമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഭൂമിയിൽ ജപമാല ഭക്തിയും ദിവ്യകാരുണ്യ ഭക്തിയും പരിശുദ്ധ അമ്മയുള്ള സ്നേഹവും പരിശുദ്ധ അമ്മയുടെ ഭക്തിയും ഉണ്ടായിരുന്ന അനേകം ശുദ്ധീകരണാത്മാക്കൾ അമ്മയുടെ സന്ദർശനത്തിൽ അവർ തുള്ളിച്ചാടും. എന്നാൽ മരിയസമ്മ പറയുന്ന ഏറ്റവും സങ്കടകരമായ കാഴ്ച, അമ്മ മാതാവിനെ തള്ളിപ്പറയുന്ന, ദിവ്യകാരുണ്യത്തെ തള്ളിപ്പറയുന്ന അനേകം വ്യക്തികൾ ശുദ്ധീകരണ സ്ഥലത്തിൽ ഞാൻ കണ്ടു. അമ്മയുടെ സന്ദർശനത്തിൽ അമ്മയുടെ പ്രകാശമടിക്കുമ്പോൾ ഈ ശുദ്ധീകരണാത്മാക്കൾ മാറി 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 നിന്ന് അമ്മയുടെ മുമ്പിൽ നിൽക്കാതെ പൊട്ടിക്കരയുന്നത് ഞാൻ കണ്ടു. സ്വരമെടുത്ത് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമെടുത്ത് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം CCC 1030-31 പറയുക, ദൈവത്തിന്റെ കൃപാവരത്തിനും സൗഹൃദത്തിനും മരിക്കുന്നവർ പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ടില്ലെങ്കിലും എന്നാൽ ഇവരെ പൂർണ്ണമായി ശുദ്ധീകരണം ലഭിക്കാൻ വേണ്ടി മരണശേഷം ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. ഇതിനാണ് ശുദ്ധീകരണ സ്ഥലം അഥവാ പർഗറട്ടറി എന്ന് പറയുന്നത്. സ്വരമെടുത്ത് പറയും ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമെടുത്ത് പറയും ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമെടുത്ത് പറയും ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 14-13 വാക്യങ്ങളിൽ പറയുകയാണ്, ഓരോരുത്തരുടെ പണി പരസ്യമാകും, കർത്താവിന്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും, അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും, ഓരോരുത്തരുടെ പണി ഏത് തരത്തിലാണെന്ന് അഗ്നി തെളിയിക്കും. 14-ാമത്തെ വാക്യം, ആരുടെ പണി നിലനിൽക്കുന്നുവോ അവൻ സമ്മാനിതരാകും, ആരുടെ പണി അഗ്നിക്കിരയാവുന്നുവോ അവൻ നഷ്ടം വഹിക്കേണ്ടി വരും, എങ്കിലും അഗ്നിയിലൂടെ എന്ന വണ്ണം അവൻ രക്ഷ പ്രാപിക്കും. അഗ്നിയിലൂടെ എന്ന വണ്ണം രക്ഷ പ്രാപിക്കും. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ശുദ്ധീകരണ സ്ഥലം ദൈവത്തിന്റെ കരുണയുടെ ഇടമാ. അതുകൊണ്ടാണ് വിശുദ്ധ തോമസ് അക്വീനസ് പറയുന്നത്, സഭയിലെ വേദപാരംഗതനായ 11-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സഭ കണ്ട ഏറ്റവും വലിയ മഹാവിശുദ്ധനായ തോമസ് അക്വീനസ് പറയുന്നത്, ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുന്ന ആത്മാക്കൾ അവരുടെ ശുദ്ധീകരണത്തിന് വേണ്ടി അവർ സ്വയം തയ്യാറാകും. ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് അവർ പോകുമ്പോൾ അവർ സങ്കടപ്പെടുന്നില്ല. കാരണം ദൈവത്തോട് പരാതി പറയുന്നില്ല, ദൈവത്തെ തള്ളിപ്പറയുന്നില്ല. പകരം അവർ സ്വയം തീരുമാനമെടുക്കും, എനിക്കെൻ്റെ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി ദൈവമൊരുക്കിയ കരുണയുടെ വിശുദ്ധീകരണത്തിന്റെ സ്ഥലമാണല്ലോ ശുദ്ധീകരണ സ്ഥലം. വലതുകരം എടുത്ത് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ജനോവയിലെ വിശുദ്ധ കാതറിൻ പറയുന്ന ഒരു കാര്യമുണ്ട്. കത്തോലിക്ക സഭ കണ്ട അതിശക്തയായ ഒരു വിശുദ്ധയാണ്
ജനോവയിലെ വിശുദ്ധ കാതറിൻ. വിശുദ്ധ കാതറിൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ശുദ്ധീകരണ സ്ഥലത്തിൽ അല്ലെങ്കിൽ സ്വർഗം നരകം അല്ലെങ്കിൽ നിത്യജീവൻ, സ്വർഗം നരകം, ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് ജനോവയിലെ കാതറിൻ ഒരു ഉദാഹരണം പറയുന്നത് ഒരപ്പത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരപ്പമുണ്ട്, ആ അപ്പം ഭക്ഷിച്ചാൽ നിത്യത കിട്ടും. ആ അപ്പം രുചിയുള്ളതാണ്. ആ അപ്പത്തെ അവർക്ക് കാണാം. അതിൽ ഒന്നാമത്തെ കൂട്ടരെ കുറിച്ച് പറയുന്നത്, സ്വർഗത്തെക്കുറിച്ച് പറയുന്നത്, സ്വർഗത്തിലുള്ള വ്യക്തികൾക്ക്, അത് ഈശോയുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയണത്, സ്വർഗത്തിലുള്ള വ്യക്തികൾക്ക് ഈ അപ്പം കാണാം, ഈ അപ്പം ഭക്ഷിക്കാം, ഈ അപ്പത്തെ ആസ്വദിക്കാം, ഈ അപ്പത്തോടൊപ്പം നിത്യമായിട്ട് നിൽക്കാം. അപ്പോൾ ഒരു കൂട്ടർക്ക് ഈ അപ്പം കാണാം, അപ്പം രുചിക്കാം, അപ്പത്തെ സ്നേഹിക്കാം, അപ്പത്തെ അനുഭവിക്കാം. എന്നാൽ രണ്ടാമതൊരു കൂട്ടരുണ്ട്, ശുദ്ധീകരണ സ്ഥലമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത്, അവർക്ക് അപ്പത്തെ കാണത്തില്ല. പക്ഷേ അവർക്ക് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ ആ അപ്പത്തിൻ്റെ അടുത്ത് എനിക്ക് പോകാം, അപ്പത്തെ ഭക്ഷിക്കാം, അപ്പത്തെ ആസ്വദിക്കാം. ഇതാണ് ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുന്ന ആത്മാക്കൾ. ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഏറ്റവും വലിയ ആഗ്രഹം ഈ ശുദ്ധീകരണയിൽ കിടന്ന് എത്രയും പെട്ടെന്ന് ശുദ്ധീകരിച്ച് എൻ്റെ സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ സമീപത്തിൽ അഭയം പ്രാപിക്കാൻ വേണ്ടി ശുദ്ധീകരണാത്മാക്കൾ തിടുക്കം കൂട്ടുക. മൂന്നാമത്തെ ഒരു കൂട്ടരെ കുറിച്ച് ജനോവയിലെ വിശുദ്ധ കാതറിൻ പറയുന്നത്, അവർക്ക് അപ്പത്തെ അറിയാം, എന്നാൽ അപ്പുറത്ത് കാണത്തില്ല. പക്ഷേ അവർക്കൊരു കാര്യം ഉറപ്പാ, ഒരിക്കലും ഈ അപ്പത്തെ കാണാൻ പറ്റില്ല, ഒരിക്കലും ഈ അപ്പത്തെ അനുഭവിക്കാൻ പറ്റില്ല, ഒരിക്കലും ഈ അപ്പത്തെ രുചിക്കാൻ പറ്റില്ല. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, തനത് വിധിയിൽ നരകത്തിലേക്ക് പോകുന്ന ഒരാത്മാവിന്റെ വേദനയാണിത്. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. സ്വരമെടുത്ത് പറയ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, നമുക്കറിയാം സഭ മൂന്നാ. ഒന്ന് വിജയസഭ, രണ്ട് സഹനസഭ, മൂന്ന് സമരസഭ. മൂന്ന് സഭയും ചേർന്നതാ കത്തോലിക്ക സഭ. വിജയസഭ എന്ന് പറഞ്ഞാൽ പരിശുദ്ധി അമ്മയും വിശുദ്ധരുമുള്ള പരിശുദ്ധ ത്രിത്വത്തെ ആരാധിക്കുന്ന രക്തസാക്ഷികളുടെ, ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലെത്തിയവരുടെ സഭയാണ് വിജയസഭ. സഹനസഭ എന്ന് പറയുന്നത് തനത് വിധിയിലൂടെ ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുന്ന ആത്മാക്കളുടെ കൂട്ടായ്മയാണ്. മൂന്നാമത്തെ നമുക്കറിയാം സമരസഭ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മാർപ്പാപ്പയുടെ നേതൃത്വത്തിലുള്ള ആഗോള സഭയിൽപ്പെട്ട വ്യക്തികളാണ് സമരസഭയിലുള്ളത്. ലോകത്തെയും ജഡത്തെയും പിശാചിനെയും എതിരെ യുദ്ധം ചെയ്യുന്ന ഈ ഭൂമിയിലെ സഭ. നമുക്കൊരു ശ്രദ്ധിക്കേണ്ട കാര്യം, സമരസഭയും വിജയസഭയും തമ്മിലുള്ള നേരിട്ടൊരു ബന്ധമുണ്ട്. എന്നാൽ സഹനസഭയിൽ കിടക്കുന്ന ആത്മാക്കളെ നേരിട്ട് സ്വർഗവുമായിട്ടുള്ള ബന്ധമല്ല, പകരം സമരസഭയും സഹനസഭയും തമ്മിലുള്ള കണക്ഷൻ. അതായത് സമരസഭയിലുള്ള ഞാനും നിങ്ങളുമൊക്കെ കൂദാശകൾ വഴി, പ്രാർത്ഥനകൾ വഴി ദൈവത്തിൽ നിന്ന് അനുഗ്രഹം കിട്ടുന്നുണ്ടെങ്കിൽ, തിരിച്ച് സഹനസഭയിൽ കിടക്കുന്ന ദൈവത്തിന്റെ നീതിയാൽ, ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ദൈവത്തിന് കരുണയുള്ളൂ. മരണശേഷം ദൈവത്തിന്റെ നീതിയാ. ഈശോ മിശിഹായുടെ പ്രത്യേകത, അവൻ ഒരേ സമയത്ത് നീതിമാനും ഒരേ സമയത്ത് കരുണാമയനുമാ. അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ദൈവമക്കൾക്ക് ഏത് സമയത്തും ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിക്കാൻ പറ്റും. മരിയ ഫൗസ്റ്റീനാണ് ഈശോ വെളിപ്പെടുത്തി, എൻ്റെ കരുണയെ തള്ളിക്കളഞ്ഞാൽ എൻ്റെ നീതിയെ നീ ആശ്രയിക്കേണ്ടി വരും. എൻ്റെ കരുണയെ നീ തള്ളിക്കളഞ്ഞാൽ എൻ്റെ നീതിയുടെ മുമ്പിൽ നീ നിൽക്കേണ്ടി വരും. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഒരു മനുഷ്യന് മരണം വരെ ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിക്കാം. എന്നാൽ മരണശേഷം ഒരാത്മാവ് ദൈവത്തിന്റെ നീതിയിൽ നിൽക്കുക. ദൈവം നീതിമാനാ. ഒരാത്മാവ് ദൈവത്തിന്റെ നീതി നിൽക്കുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുന്ന ദൈവത്തിന്റെ നീതിയുള്ള ഈ ആത്മാവിന് വേണ്ടി സമരസഭയായ ഞാനും നിങ്ങളുമൊക്കെ
പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാ. സ്വരമെടുത്ത് പറയും ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞ് ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ സമരസഭയിൽപ്പെട്ട ഞാനും നിങ്ങളുടെയൊക്കെ ജീവിതത്തില് അനുദിന പ്രാർത്ഥനയില്, നമ്മുടെ കുടുംബത്തിന്റെ പ്രാർത്ഥനകളില്, കുടുംബത്തിൽ മരിച്ചുപോയവർക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, ശുദ്ധീകരണാഗ്നിയിൽ വേദനിക്കുന്നവർക്ക് വേണ്ടി, വർഷങ്ങളായി നൂറ്റാണ്ടുകളായി കിടക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി, ആരും പ്രാർത്ഥിക്കാനില്ലാത്ത ആത്മാക്കൾക്ക് വേണ്ടി, അപ്പന്റെ കുടുംബശാഖകളിൽ, അമ്മയുടെ കുടുംബശാഖകളിൽ, തലമുറകളിൽ മരിച്ചുപോയ ആത്മാക്കള് ശുദ്ധീകരണശാലയിൽ വേദനിക്കുമ്പോൾ ഈ ആത്മാക്കളെ ഓർത്ത് ജപമാല ചൊല്ലിയും കരുണക്കൊന്തയിലും കുരിശിന്റെ വഴിയിലും വിശുദ്ധ കുർബാനയിലും പരിഹാര പ്രാർത്ഥനയിലും ദാനധർമ്മം ചെയ്തും ഒപ്പീസ് ചൊല്ലിയും സിമിത്തേരി സന്ദർശിച്ചും നമ്മുടെ ശുശ്രൂഷ ചെയ്തും ഈ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ് സമരസഭയിലുള്ള ഓരോ വിശ്വാസികളും. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ടാണ് പരിശുദ്ധി അമ്മ 917 ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട് ലൂസി ജസീന്ത ഫ്രാൻസിസിന് പ്രത്യക്ഷപ്പെടുമ്പോൾ ഫ്രാൻസിസ് 9 വയസ്സുള്ള ഫ്രാൻസിസ്കോയെ കാണിച്ചു കൊടുക്കുക ശുദ്ധീകരണ സ്ഥലം. ശുദ്ധീകരണ സ്ഥലത്തിൽ വേദനിക്കുന്ന ആത്മാക്കളെ കാണിച്ചിട്ട് അമ്മ സങ്കടപ്പെട്ട് പറയുക, ഈ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആളില്ല, ഈ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആളില്ല. ഓർക്കണം, വിജയസഭ സമരസഭയോട് ആവശ്യപ്പെടുക. വിജയസഭയുടെ അമ്മയായ പരിശുദ്ധി അമ്മ, ദൈവമാതാവായ പരിശുദ്ധി അമ്മ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നമ്മളോടൊരു പ്രാർത്ഥനാ സഹായം ചോദിക്കുക. എൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ നീതിയിൽ കിടക്കുന്ന, നീതി വിധിയിൽ കിടക്കുന്ന കോടിക്കണക്കിന് ശുദ്ധീകരണാത്മാക്കൾ ആരും പ്രാർത്ഥിക്കാനില്ലാതെ ശുദ്ധീകരണ അറയിൽ കിടക്കുന്ന, ഓരോ മുറിയിൽ കിടക്കുന്ന, അഗ്നി തടാകത്തിൽ കിടക്കുന്ന ഈ ആത്മാക്കൾക്ക് വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാമോ? അങ്ങനെ പരിശുദ്ധി അമ്മ പഠിപ്പിച്ച പ്രാർത്ഥനയല്ലേ നമ്മള് ജപമാല ചൊല്ലുമ്പോൾ ഇടയ്ക്ക് ചെല്ലുന്നത്? ഓ എൻ്റെ ഈശോയെ, നരകാഗ്നികളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. സ്വരമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞ് ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയുടെ പ്രിയപ്പെട്ട നമ്മളെ ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. 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 യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. അതുകൊണ്ട് ഈശോയുടെ പ്രിയപ്പെട്ട മക്കൾ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് മരണസമയത്ത് നമ്മുടെ പ്രിയപ്പെട്ടവർ മരിക്കാൻ കിടക്കുമ്പോൾ മരിയ ഫൗസ്റ്റിനോട് ഈശോ പറയുക, കരുണയുടെ ജപമാല ചൊല്ലണം, ജപമാല പ്രാർത്ഥന ചൊല്ലണം. ഒരു വ്യക്തി തനത് വിധിയുടെ സമയത്ത്, മരിക്കണ സമയത്ത് ഈ വ്യക്തി ഒത്തിരിയേറെ മാനസിക സംഘർഷമേക്കിടും. ലോകത്തിലെ ഏറ്റവും പ്രശസ്തയായ ഭാരതത്തിൻ്റെ പ്രത്യേകമായി ദൈവം തെരഞ്ഞെടുത്ത മദർ തെരേസ പോലും ഭരിക്കണ സമയത്ത് ഒത്തിരിയേറെ ഭയപ്പെട്ടെന്നാ പറയണത്. അനേകം വിശുദ്ധരുടെ ജീവിതത്തിൽ മരണസമയത്ത് വിശുദ്ധാത്മാക്കൾ പറയുന്നത്, ശുദ്ധീകരണാത്മാക്കളെ മധ്യസ്ഥയായ ജദ്രൂദ് മരിക്കുന്ന സമയത്ത് ഒരു കൂട്ടം പിശാച് വന്നിട്ട് പറയാ, ഹേ ജദ്രൂദേ, ജദ്രൂദേ, നീ നരകത്തിൽ പോകും. ഉടനെ ജദ്രൂദ് പറഞ്ഞു, ഇല്ല ജദ്രൂദേ, നീ നരകത്തിൽ പോകും. ജദ്രൂദിനെ ഭയപ്പെടുത്താൻ നോക്കുക. അപ്പോൾ ജദ്രൂദ് വഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ പിശാചുകൾ ടൂൺ മാറ്റിയിട്ട് പറഞ്ഞു, നീ ദീർഘകാലം ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കും. അപ്പൊ ജദ്രൂദ് ചെറുതായിട്ട് ഭയപ്പെട്ടു. ഈ സമയത്ത് ജദ്രൂദ് കാണുന്ന കാഴ്ച, അമ്മ മാതാവിൻ്റെ അകമ്പടിയോടെ ജദ്രൂദ് സ്വർഗത്തിലേക്ക് കയറ്റിവിട്ടിയ ആയിരക്കണക്കിന് ശുദ്ധീകരണാത്മാക്കള് ആ മുറിയിലേക്ക് വന്നപ്പോൾ സാത്താൻ അവിടുന്ന് വിട്ടുപോയി. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കുടുംബത്തിൽ ഒരാളും മരിക്കാറായി കിടക്കുമ്പോൾ അവിടെ തമാശ കളിക്കാനുള്ള സമയമല്ല. ഒരാത്മീയ പോരാട്ടത്തിൽ നിൽക്കുക. സാത്താനുമായ പോരാട്ടത്തിൽ 1905 കേരളത്തിന്റെ പ്രിയപ്പെട്ട മകളായ മദർ മറിയം ത്രേസ്യ, കേരളത്തിന്റെ കുടുംബ ജീവിതക്കാരുടെ പ്രത്യേക മധ്യസ്ഥയായ കുഴിക്കാട്ടുശ്ശേരിയിലെ മദർ മറിയം ത്രേസ്യയുടെ ഒരു അനുഭവമുണ്ട്. 1905 ക്യാൻസർ രോഗിയായ
ഒരു വൃദ്ധനായ മനുഷ്യന്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരു അനുഭവം പറയുന്നുണ്ട്. കുറെ നാളുകളായി ഈ മനുഷ്യൻ കിടക്കുക, മരിക്കുന്നില്ല. ആത്മീയ പിതാവായ വിധേയത്തിലച്ഛനും കൂടെയുള്ള സിസ്റ്റേഴ്സുമായി ആ മുറിയിൽ ചെല്ലുക. മറിയം ത്രേസ്യ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാഴ്ച കാണുന്നത് ഈ മനുഷ്യനെ പൊതിഞ്ഞ് സാത്താൻ നിൽക്കുക. ഈ മുറി മുഴുവൻ പിശാച് നിൽക്കുക ഈ ആത്മാവിനെ കൊണ്ടുപോകാൻ. മറിയം ത്രേസ്യ ഈ ആത്മാവിന് മരണവുമായി മല്ലടിച്ചു കിടക്കുന്ന ഈ ആത്മാവ്, ഒരു മാനസാന്തരമില്ലാത്ത മനുഷ്യൻ. മറിയം ത്രേസ്യ പെട്ടെന്ന് ജപമാല ചൊല്ലി തുടങ്ങിക്കഴിഞ്ഞപ്പോ മദർ മറിയം ത്രേസ്യ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് മറിയം ത്രേസ്യ ഈ വ്യക്തിക്ക് വേണ്ടി ഒരു കുർബാന അർപ്പിക്കണം. വിധേയത്തച്ഛനോട് പറഞ്ഞു, അച്ഛാ ഈ വ്യക്തിക്ക് വേണ്ടി ഒരു കുർബാന അർപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാന കഴിഞ്ഞ കടനെ ഈ മനുഷ്യൻ കണ്ണുകൾ തുറന്ന് അനുദപിച്ച് മരിച്ചതായി സാക്ഷ്യപ്പെടുന്നു. സ്വരപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ, അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. വിശുദ്ധ മദർ മറിയം ത്രേസ്യ വേറെ അനുഭവം പറയുന്നുണ്ട്. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമത്തില് ഒരു മനുഷ്യൻ മരിക്കാറായി കിടക്കുക. അദ്ദേഹം പ്ലേഗ് രോഗികളെ ഒത്തിരിയേറെ മാനസികമായി പീഡിപ്പിച്ച മനുഷ്യനാണ്. ഇദ്ദേഹം മരിക്കാറായി കിടക്കുമ്പോൾ മറിയം ത്രേസ്യ ആ മുറിയിൽ ചെല്ലുമ്പോൾ ഒരു വാഗ്വാദം കേൾക്കാം. ആ വാഗ്വാദം എന്താണെന്നറിയാമോ? ഒരു പക്ഷത്തെ പിശാച് നിന്നിട്ട് ഇത് ഞങ്ങളുടെ ആത്മാവാണെന്ന് പറയുക, മറുവശത്ത് ഈ മനുഷ്യന്റെ കാവൽ മാലാഖിയും കുറെ ദൂതന്മാരും പറഞ്ഞു ഞങ്ങളുടെയാ. ഉടനെ പിശാച് പറയുക ഈ മനുഷ്യൻ ഞങ്ങളുടേതാ. ഇപ്പൊ മദർ മറിയം ത്രേസ്യ കേൾക്കുന്ന ഒരു കാഴ്ച, ഇദ്ദേഹത്തിന്റെ കാവൽ മാലാഖ പറയാ ഇദ്ദേഹം എല്ലാ ആദ്യ ശനിയാഴ്ചയും പള്ളിയിൽ പോവുമായിരുന്നു. ഉടനെ പിശാച് തർക്കിച്ചിട്ട് പറയാ ഈ മനുഷ്യൻ പള്ളിയിൽ പോകുന്ന എന്തിനാണെന്നറിയാമോ? ആൾക്കാരെ കാണിക്കാൻ വേണ്ടി, വൈദികരെ കാണിക്കാൻ വേണ്ടി, പങ്കച്ചം കാണിക്കാൻ വേണ്ടിയാ. ഉടനെ ദൂതൻ പറയില്ല, ഈ മനുഷ്യൻ എല്ലാ ആദ്യ ശനിയാഴ്ചയും പള്ളിയിൽ പോകുമായിരുന്നു. മറിയം ത്രേസ്യക്ക് മനസ്സിലായി. മറിയം ത്രേസ്യ കാണുന്നൊരു കാഴ്ച, വിധിയാളനായി ഈ മനുഷ്യന്റെ ആത്മാവിനെ കൊണ്ടുപോകാൻ വിധിയാളനായി ഈശോ വരുമ്പോൾ മറിയം ത്രേസ്യ ആത്മീയപിതാവിനോട് പറഞ്ഞു ഈശോ വരുന്നുണ്ട്. ഇവരെല്ലാം ഒന്നിച്ചു ചേർന്ന് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ മറിയം ത്രേസ്യ കാണുന്നത് പരിശുദ്ധി അമ്മ അവിടെ കടന്നു വന്നിട്ട് തൻ്റെ പ്രിയപ്പെട്ട മകനായ ഈശോട് പറയാ ഇവൻ എല്ലാ ആദ്യ ശനിയാഴ്ചയും പള്ളി വരുമായിരുന്നെന്ന് പറഞ്ഞ് വാദിക്കാൻ തുടങ്ങി. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഈ സമയത്ത് ഈശോ ഈ മനുഷ്യനെ കൊണ്ടുപോകാതെ ഈ മനുഷ്യനെ അമ്മ മാതാവ് തടഞ്ഞു നിർത്തി. അപ്പോൾ 153 മണി ജപം ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ബോധമില്ലാതെ കിടന്ന മനുഷ്യൻ കണ്ണു തുറന്ന് അനുദപിച്ച് കുമ്പസാരിച്ച് പിന്നീട് മറിയം ത്രേസ്യ പറഞ്ഞു ശുദ്ധീകരണ സ്ഥലത്തിന് വഴി ഈ ആത്മാവ് രക്ഷപ്പെട്ടു. ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ പറയാൻ, മരണസമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. സാത്താൻ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കുന്ന മരണസമയമാ. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നിങ്ങൾ കേൾക്കണം, നമ്മുടെ അനേകം മക്കൾ ഇന്ന് ശുദ്ധീകരണ സ്ഥലത്തിൽ മരണത്തിലൂടെ ഇതാ ശുദ്ധീകരണ അവസ്ഥയിൽ കിടക്കുമ്പോൾ നീ ആത്മാക്കൾക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കാനില്ലാത്തതാണ് സ്വർഗത്തിന്റെ ഏറ്റവും വലിയ വേദന. ഹല്ലേലൂയ പറഞ്ഞേ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ പല കുടുംബങ്ങളിലെ തടസ്സത്തിനൊരു പിന്നിലൊരു കാരണം, കുടുംബങ്ങളിൽ മരിച്ചുപോയ ആത്മാക്കളെ ഓർക്കാൻ ഇന്ന് ആരുമില്ല. എനിക്കറിയാവുന്ന ഒരു അനുഭവം പറയാം. ഹൈ റേഞ്ച് മേഖലകളിൽ ശുശ്രൂഷ ചെയ്യുന്നൊരു സഹോദരൻ, എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കുടുംബമാണ്. അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകനായിരുന്നു. പിന്നീട് ധ്യാനത്തിലൂടെ മാനസാന്തരപ്പെട്ടു. അദ്ദേഹം നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു, ശുശ്രൂഷ ചെയ്യുന്നു, മതാധ്യാപകനാ. പക്ഷെ അദ്ദേഹത്തിന് ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് അപ്പൻ മുഴുവൻ മദ്യപാനിയാണ്. എല്ലാ ദിവസവും കുടിക്കും. 45 വർഷമായി മദ്യത്തിന് അടിമപ്പെട്ട ഒരു മനുഷ്യൻ. ഇദ്ദേഹത്തിന് വേണ്ടി എല്ലാ പ്രാർത്ഥനകളും ചൊല്ലി, അറിയാവുന്ന പ്രാർത്ഥനകളെല്ലാം ചൊല്ലി മദ്യപാനത്തെ വിടുവിക്കുന്ന വചനം പറഞ്ഞു. ഈ മനുഷ്യന് മാറ്റമില്ല. പ്രിയപ്പെട്ടവർ, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വൈദികരുടെ നേതൃത്വത്തിൽ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു സന്ദേശം കൊടുത്തു. ഇവരുടെ കുടുംബത്തിൽ
മദ്യപാനത്തിൽ മരണമടഞ്ഞ സഹോദരങ്ങളുണ്ട്. മദ്യപാനത്തിൽ മരണമടഞ്ഞ സഹോദരങ്ങൾ ശുദ്ധീകരണ അവസ്ഥയിൽ വേദനിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, ഇനിയുള്ള പ്രാർത്ഥന ഈ അപ്പനുമായി ബന്ധപ്പെട്ട് മരിച്ചുപോയ ശുദ്ധീകരണാത്മാവിന് വേണ്ടി കാഴ്ചവെക്കണം. പ്രിയപ്പെട്ടവരെ, 45 വർഷമായി മുടങ്ങാതെ കുടിച്ചുകൊണ്ടിരുന്ന മനുഷ്യന് വേണ്ടി ആ സഹോദരൻ അന്നു മുതൽ ജപമാല ചൊല്ലുമ്പോൾ, കരുണക്കൊന്ത ചെല്ലുമ്പോൾ, സഹനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ, പ്രാർത്ഥന ചെല്ലുമ്പോൾ, കുരിശിന്റെ വഴി ചെല്ലുമ്പോൾ, സന്ധ്യ പ്രാർത്ഥനയിൽ മദ്യപാനത്തിൽ മരിച്ചുപോയ ഈ കുടുംബത്തിൽ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത്ഭുതം കേൾക്കണം. ആ പ്രാർത്ഥനകളെല്ലാം വിശുദ്ധ കുർബാനയെ സമർപ്പിച്ച് 6 മാസത്തോളം ഈ ചെറുപ്പക്കാരൻ ആ ഒരു കുടുംബം പ്രാർത്ഥിച്ചതിന്റെ ഫലമായി 45 വർഷമായി മദ്യപിച്ചിരുന്ന മനുഷ്യന്റെ മദ്യപാനം പൂർണ്ണമായി മാറി. ഇന്ന് 6 വർഷമായി ആ വ്യക്തി മദ്യപിക്കുന്നില്ല. ഹല്ലേലൂയ പറഞ്ഞേ. ഈശോയുടെ പ്രിയപ്പെട്ടവർ, ഞാനിത് പറയണത് നമ്മുടെ കുടുംബത്തിന് എല്ലാം പ്രശ്നം ശുദ്ധീകരണാത്മാക്കളെന്നല്ല പറയണത്. പക്ഷെ ചില പ്രത്യേക മേഖലകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകം വിടുതൽ കിട്ടും. ഈ ആത്മാക്കളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ദൈവം നമ്മുടെ ജീവിതത്തിൽ സഹനം അനുഭവിക്കും, സഹനം അനുവദിച്ചു തരും. ഞാൻ വേറെ അനുഭവം പറയാം. എനിക്ക് പരിചയമുള്ള ഒരു കുടുംബത്തിലെ 2 ആൺകുട്ടികളാണുള്ളത്. അവർക്ക് നന്നായിട്ട് അലർജി രോഗമുണ്ട്. എത്ര മരുന്നെടുത്താലും അലർജിയാണ്. ഒരു മുട്ടായി കഴിച്ചാൽ അവർക്ക് അലർജി ഉണ്ടാകും. ഒരു ഐസ്ക്രീം കഴിക്കാൻ പറ്റത്തില്ല. അവരുടെ മാതാപിതാക്കൾ പറഞ്ഞത്, ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു ഐസ്ക്രീം പോലും കഴിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു മുട്ടായി കഴിച്ചാൽ അപ്പോഴേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ഹോസ്പിറ്റലുകളെല്ലാം കൊണ്ടുപോയി പരിശോധിച്ചു, മരുന്ന് കൊടുത്തു. ഈ രോഗത്തിന് യാതൊരു മാറ്റവുമില്ല. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഒരു പ്രേരണ നൽകി. ഈ വ്യക്തികളുടെ കുടുംബത്തിൽ വെറുപ്പിലും വിദ്വേഷത്തിലും മരിച്ചുപോയ ഈ കുഞ്ഞുങ്ങളുടെ കുടുംബത്തിൽ പൂർവികരിൽ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രേരണ കിട്ടി. അവര് അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചതിന് അനന്തരഫലമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ പോലും ചികിത്സിച്ചിട്ട് ഭേദമാകാത്ത ഈ 2 കുഞ്ഞുങ്ങളുടെ അലർജികൾ പൂർണ്ണമായി സൗഖ്യപ്പെട്ടു. ഹല്ലേലൂയ പറഞ്ഞേ. ഞാനിത് പറയുന്നത്, ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ശുദ്ധീകരണാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ശുദ്ധീകരണാത്മാവിന് വേണ്ടി ഓർക്കണം. ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥന അത്യാവശ്യമാണ്. അതുകൊണ്ടാണല്ലോ കത്തോലിക്ക സഭയിലെ വിശുദ്ധ പാതിരപ്പയുടെ അടുത്ത് അനേകം ശുദ്ധീകരണാത്മാക്കൾ ദൈവം അനുവദിച്ചിട്ട് പ്രാർത്ഥനാ സഹായം ചോദിച്ചു. വിശുദ്ധ യൗപ്രാസ്യമ്മയുടെ അടുത്ത്, വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ്റെ അടുത്ത്, വിശുദ്ധ ഫിലിപ്പിനേരിയുടെ അടുത്ത്, ശുദ്ധീകരണാത്മാക്കളുടെ മധ്യസ്ഥൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ നിക്കോളാസിനെ സന്ദർശിക്കാൻ സ്വർഗം അനുവദിച്ചിട്ട് അനേകം ശുദ്ധീകരണാത്മാക്കൾ വന്നിരുന്നു. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മളൊരു പ്രാർത്ഥന ചെല്ലുമ്പോൾ, ഒരു പള്ളിയിൽ ദേവാലയത്തിൽ പോകുമ്പോൾ, ഒരു ജപമാല ചൊല്ലുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്. ശുദ്ധീകരണ സ്ഥലത്തിൽ വേദനിക്കുന്നവര്, ശുദ്ധീകരണാത്മാക്കൾ എത്രമാത്രം വേദനിക്കുന്നുണ്ട്. എന്നെ ഒന്ന് ഓർക്കണം, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, നമ്മളവരെ മറന്നു പോകുന്നത് എത്ര കഷ്ടമാ. എന്തിനാ 12 മാസത്തില് നമുക്കറിയാം 2 മാസം പരിശുദ്ധി അമ്മയ്ക്ക്, നമുക്കറിയാം ഒക്ടോബർ മാസവും മെയ് മാസവും പരിശുദ്ധി അമ്മയ്ക്ക് മാറ്റി നിർത്തിയ മാസം പോലെ നവംബർ മാസം ആഗോള സഭ എന്തിനാ മരിച്ചവർക്ക് വേണ്ടി ഓർമ്മിക്കാനും പ്രാർത്ഥിക്കാനും സഭ ഇങ്ങനൊരു ദിവസം പ്രഖ്യാപിച്ചത്? നിസ്സാരമായിട്ട് നമ്മൾ കാണരുത്. എത്രയോ കുടുംബങ്ങളിൽ ശുദ്ധീകരണാത്മാക്കൾ ഇങ്ങനെ വേദനിച്ചു കഴിയുന്നു. അവരെ നമ്മൾ ഓർക്കുന്നില്ല. ഈ കാലഘട്ടത്തിൽ മോഡേൺ തിയോളജികൾ വന്നിരിക്കുക. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കത്തോലിക്ക സഭയിലെ 36 വേദപാരംഗതരും ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ച് പഠിപ്പിച്ചവരല്ലേ? കത്തോലിക്ക സഭയിലെ വിശുദ്ധന്മാര് ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ച് പഠിപ്പിച്ചതല്ലേ? എന്തിനാ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പ്രത്യാശയിലുള്ള ചാക്രിയ ലേഖനത്തിൽ ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ച് പഠിപ്പിച്ചിട്ടില്ലേ? ജോൺ പോൾ മാർപ്പാപ്പ പഠിപ്പിച്ചില്ലേ? ലിയോ 13 മാർപ്പാപ്പ പഠിച്ചില്ലേ? ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ച് എല്ലാ മാർപ്പാപ്പമാരും പഠിപ്പിച്ചിട്ടില്ലേ? എന്തിനാ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ
എന്തിനാ നവംബർ മാസം 8-ാം തീയതി വരെ സിമിത്തേരി സന്ദർശിച്ച കിട്ടുന്ന ദണ്ഡവിമോചനം സഭയുടെ അധികാരിയായ മാർപ്പാപ്പ 30 ദിവസം കൂടെ നീട്ടിക്കൊടുത്തത് ബോധം, അത് തീർച്ചയായിട്ടും ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ബോധ്യമുള്ളത് കൊണ്ടാ. എന്നാൽ ഇന്ന് അനേകം പേർ അജ്ഞത മൂലം നശിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന കിട്ടാത്തത് മൂലം ഈ ആത്മാക്കൾ സങ്കടപ്പെടുന്നു. ഓർക്കണം, നമ്മുടെ വല്യപ്പൻ, നമ്മുടെ വല്യമ്മ, നമ്മുടെ പ്രിയപ്പെട്ടവര് ഹൈറേഞ്ചിലോ അല്ലെങ്കിൽ ഈ തീരദേശങ്ങളിൽ കഷ്ടപ്പെട്ട്, ഈ തൃശ്ശൂരിലെ ഗ്രാമങ്ങളിൽ കഷ്ടപ്പെട്ട്, നമ്മൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പറമ്പിൽ പണിത് നമ്മുടെ തലമുറയെ വളർത്തിയവർ, ദൈവത്തിന്റെ കരുണ കൊണ്ട് എന്നാൽ മരണസമയത്ത് മാനസാന്തരപ്പെട്ടവർ ഇന്ന് ദീർഘകാലമായി ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുക. ശുദ്ധീകരണ സ്ഥലത്തിൽ അടിത്തട്ടി കിടപ്പുണ്ട്. വേദനിക്കുന്ന ഈ ആത്മാക്കൾക്ക് വേണ്ടി അവരുടെ സമ്പത്തും അവരുടെ സുഖങ്ങളും അവരുടെ സൗകര്യങ്ങളും നമ്മൾ ഇന്ന് അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കടമ നമുക്കുണ്ട്. സ്വരമെടുത്ത് പറയും ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കട്ടെ. യേശുവേ, ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ യേശുവേ, യേശുവേ, ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, 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 യേശുവേ, യേശുവേ, യേശുവേ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യപിതാവേ, നിത്യപിതാവേ, കൈക്കൊള്ളണമേ പരിശുദ്ധാത്മാവേ, ഞങ്ങളണയ്ക്കും പ്രാർത്ഥനകൾ നിൻ തിരുസുതനാ നിൻ തിരുസുതനാ ഈശോ വഴിയാ കൈക്കൊള്ളണമേ പ്രാർത്ഥനകൾ. ഒരിക്കൽ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാം. നിൻ തിരുസുതനാ ഈശോ വഴിയാ കൈക്കൊള്ളണമേ പ്രാർത്ഥനകൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറയ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ മാത്രമല്ല, ശുദ്ധീകരണ സ്ഥലത്തിൽ വേദനിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ ശുദ്ധീകരണ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം ഇറങ്ങി വരും. ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവം പറയാം. 2013 കാലഘട്ടത്തിൽ, ഒത്തിരിയേറെ സഹനത്തിൻ്റെ കാലഘട്ടത്തിൽ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള ബോധ്യം കിട്ടിയതിന് ശേഷമാണ് കർത്താവിൻ്റെ കൃപയും അനുഗ്രഹവും ഒഴുകാൻ തുടങ്ങി. അനേകം വിശുദ്ധര് സാക്ഷ്യപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. വിശുദ്ധ ഫിലിപ്പിനേരി കത്തോലിക്ക സഭയിലെ അതിശക്തനായ വിശുദ്ധനായ വിശുദ്ധ ഫിലിപ്പിനേരി പറയുക, ബൈ ലൊക്കേഷൻ ഒരേ സമയത്ത് 2 സ്ഥലത്ത് ചെല്ലാൻ വരദാന അഭിഷേകമുള്ള പാതിരപ്പിയെ പോലുള്ള, ജദ്രൂദിനെ പോലുള്ള, ജെറാഡിനെ പോലുള്ള അഭിഷേകം കിട്ടിയ വിശുദ്ധ ഫിലിപ്പിനേരി പറയുകയാണ്, എനിക്ക് ഈ വരം കിട്ടിയതിന് പിന്നിൽ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോഴാണ്. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്ക്. ചില കുടുംബങ്ങളിൽ വിട്ടുമാറാത്ത തടസ്സങ്ങൾ, ചില കുടുംബങ്ങളിൽ വിട്ടുമാറാത്ത രോഗങ്ങൾ, ചില കുടുംബങ്ങളിൽ സാമ്പത്തിക പ്രതിസന്ധികൾ, അങ്ങനെ ഏതെങ്കിലുമൊക്കെ കുടുംബങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വചനം പറഞ്ഞും ജപമാല ചൊല്ലിയും പ്രാർത്ഥിച്ചിട്ടും മാറുന്നില്ല. ഈ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ഞാനൊരു കാര്യം പറയാം, കാലിന് വേദനയായിരിക്കുമ്പോൾ തലയ്ക്ക് ബാം ചെയ്ത് തേച്ചാൽ ഈ കാലിന് വേദന മാറില്ല. ഓരോന്നിനും ഓരോ പ്രാർത്ഥനകളുണ്ട്, ഓരോത്തിനും ഓരോ പ്രത്യേകതയുണ്ട്. എല്ലാം പിശാചിനെ കെട്ടാന്ന് കാണരുത്. നമ്മുടെ കുടുംബത്തില് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സ്വർഗം ആഗ്രഹിക്കുന്നു. ചില തടസ്സങ്ങൾ ദൈവം അനുവദിക്കും, ചില സഹനങ്ങൾ ദൈവം അനുവദിക്കും. അത് നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാ. നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ മാതാപിതാക്കൾ, ജ്ഞാനസ്നാനം നൽകിയവർ, നമ്മളെ മാമോദീസ മുഖ്യ വൈദികർ, നമ്മളെ ആത്മീയമായി പഠിപ്പിച്ചവർ, വിദ്യ പഠിപ്പിച്ച അധ്യാപകർ, നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കള്,
നമ്മുടെ കൂടെ ജീവിച്ചിരുന്നവര് മരണപ്പെട്ട 1-2 ആഴ്ച കഴിയുമ്പോൾ നമ്മൾ മറക്കും. ഈശോയുടെ പ്രിയപ്പെട്ടവളെ മറക്കാൻ പാടില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ധന്യ മേരി എന്ന് പറയുന്ന വിശുദ്ധ ഒരു മകളുണ്ട്, ധന്യായ മേരി. ഒരിക്കൽ ഈശോ വന്നപ്പോൾ ചോദിച്ചു, ഈശോയെ, ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുന്ന ആത്മാക്കളുടെ എണ്ണം എത്രയാ? ഉടനെ ധന്യമേരിയെ ഈശോ ഒരു കാഴ്ച കാണിച്ചു. ഒരു വലിയ ഉറുമ്പും കൂട് നമുക്കറിയാം. വലിയ ഉറുമ്പും കൂടിന്റെ പുറത്ത് ചേർച്ച് കുറച്ച് ഉറുമ്പുകൾ ഓടി നടക്കും. എന്നിട്ട് ധന്യമേരിയോട് ഈശോ പറഞ്ഞു, ആ ഉറുമ്പ് കൂടിനെ ഒരു കമ്പ് കൊണ്ട് തട്ടാൻ പറഞ്ഞു. ധന്യമേരി കമ്പ് കൊണ്ട് തട്ടുമ്പോൾ അതിന്റെ അറകളിൽ കിടക്കുന്ന ലക്ഷക്കണക്കിന് ഉറുമ്പ് പുറത്തേക്ക് വന്നതുപോലെ ഈശോ പറയുക, ഇതുപോലെ കോടിക്കണക്കിന് ശുദ്ധീകരണാത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്തിലെ അറയിൽ കിടപ്പുണ്ട്. ഇവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണ്ടേ? നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്താ? എൻ്റെ കാര്യത്തിന് വേണ്ടി, എൻ്റെ സമ്പത്തിന് വേണ്ടിയും, എൻ്റെ മക്കൾക്ക് വേണ്ടിയും, എൻ്റെ കുടുംബത്തിന് വേണ്ടിയും, എൻ്റെ ജോലിക്ക് വേണ്ടിയും, എൻ്റെ വിദേശ പഠനത്തിന് വേണ്ടിയും, എൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയും, എൻ്റെ സൗഭാഗ്യത്തിന് വേണ്ടിയും, എൻ്റെ വിവാഹത്തിന് വേണ്ടിയും, എൻ്റെ മക്കൾ ജനിക്കാൻ വേണ്ടിയും ഞാനും നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ തലമുറകളിൽ അപ്പൻ്റെയും അമ്മയുടെയും കുടുംബത്തിൽ, കുടുംബശാഖകളിൽ മരണം മൂലം വേർപിരിഞ്ഞ് തനത് വിധിയിലൂടെ ശുദ്ധീകരണ സ്ഥലത്തിൽ എന്നെ രക്ഷിക്കുന്നു പറയുന്ന ഈ ആത്മാക്കൾക്ക് വേണ്ടി ആര് പ്രാർത്ഥിക്കാനുണ്ട്? ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. 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 ഫ്രാൻസിസ് സാലസ് പറയുന്ന ഒരു കാര്യമുണ്ട്. ആദിമ നൂറ്റാണ്ടിൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരണ പ്രാർത്ഥനയുണ്ടായിരുന്നു, പരിഹാര പ്രാർത്ഥനയുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ജാഗരിച്ച് ദിവ്യകാരുണ്യ സന്നിധിയിൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു. ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഇന്ന് എത്ര കുടുംബങ്ങളിൽ ശുദ്ധീകരണാത്മാക്കൾ കൊണ്ട് ലുത്തീന ചെല്ലാറുണ്ട്, ശുദ്ധീകരണാത്മാക്കൾ നൊവേന ചെല്ലാറുണ്ട്. ഈ നവംബർ മാസം പോലും ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ പ്രിയപ്പെട്ടവര് മരിച്ചടക്കപ്പെട്ട കല്ലറയിൽ പോയി ഒന്ന് സന്ദർശിക്കുകയോ ഒരു തിരി കത്തിച്ച് വെച്ച് മരിച്ച വിശ്വാസികളെ പ്രാർത്ഥന ചെല്ലുന്ന എത്ര കുടുംബമുണ്ട്? ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ചങ്കുപൊട്ടിയാ പറയണത്. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഈ വേദന നമ്മൾ ഏറ്റെടുക്കണം. മരിയ ഫൗസ്റ്റീന ഡയറിക്കകത്ത് 24 പ്രാവശ്യമായി ഈശോ പറയണത്. അവിടെ മരിയ ഫൗസ്റ്റീന കാണുന്നൊരു കാഴ്ച, ശുദ്ധീകരണ സ്ഥലത്തിലെ ശുദ്ധീകരണാത്മാക്കളെ കാവൽ മാലാഖമാർ നിപ്പുണ്ട്. ശുദ്ധീകരണ സ്ഥലത്തിൽ അമ്മ ഇറങ്ങി വരുമ്പോ ശുദ്ധീകരണാത്മാക്കൾ സമുദ്രധാരം എന്ന് വിളിക്കുമ്പോൾ ഈ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം, ഈ ഭൂമിയിൽ ശുദ്ധീകരണാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഞാനും നിങ്ങളും ശുദ്ധീകരണാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, ജപമാല ചൊല്ലാൻ തുടങ്ങുമ്പോൾ, കരുണക്കൊന്ത ചൊല്ലാൻ തുടങ്ങുമ്പോൾ, വിശുദ്ധ കുർബാനയ്ക്ക് പ്രിയപ്പെട്ട വൈദികൻ ബലിയർപ്പിക്കുന്ന ആ ബലിയിലേക്ക് നിങ്ങൾ കാസയും പീലാസയും എടുത്തുയർത്തി വൈദികൻ ബലിയിലേക്ക് ഉയർത്തിപ്പിടിക്കുമ്പോ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, ഈശോയെ, എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും കുടുംബശാഖകളിൽ മരിച്ചുപോയതും എനിക്കറിയാത്തതും അറിഞ്ഞുകൂടാത്തതുമായ എല്ലാ ആത്മാക്കളെയും ഞാൻ ഇന്ന് അനുഭവിക്കുന്ന സഹനവും രോഗവും വേദനയും ചേർത്ത് ഈ ആത്മാക്കൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ? അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ? ഈശോയുടെ മക്കളെ, ഈശോ ആഗ്രഹിക്കുന്ന കാര്യമാ. നമുക്കറിയാം, വിശുദ്ധന്മാരൊക്കെ ജീവിതമെടുത്ത് പഠിക്ക്, വിശുദ്ധ എവുപ്രാസ്യയുടെ ജീവിതമെടുത്ത് പഠിക്ക്. 1906 കാലഘട്ടത്തിൽ എവുപ്രാസ്യമ്മയുടെ അടുത്ത് വന്ന ശുദ്ധീകരണാത്മാക്കളെ കുറിച്ച് എവുപ്രാസ്യമ്മ എഴുതിയ പുസ്തകങ്ങളിലുണ്ടല്ലോ, നോട്ടുകളിലുണ്ടല്ലോ. തൻ്റെ അടുത്ത് പതിവായി വന്ന ശുദ്ധീകരണാത്മാക്കൾ. വിശുദ്ധ എവുപ്രാസ്യമ്മ ജീവിച്ചിരുന്നിടത്ത് മെൽട്ടഡ എന്ന് പറയുന്ന ഒരു സിസ്റ്റർ പറയുന്ന സാക്ഷ്യമുണ്ട്. ആ സിസ്റ്ററിന്റെ അപ്പച്ചൻ മരിച്ചുപോയി. ഈ അപ്പച്ചന്റെ ആത്മാവ് എവിടെയാണെന്ന് അറിയാൻ എവുപ്രാസ്യമ്മ ശുദ്ധീകരണ രാത്രി ഉറക്കമില്ല, രാത്രി മുഴുവൻ ഇരുന്ന് കൊന്തയുരുട്ടി ഈ ആത്മാക്കൾക്ക് വേണ്ടി സഹിച്ച് പ്രാർത്ഥിക്കുന്ന കേരളത്തിലെ പ്രിയപ്പെട്ട മകളായ എവുപ്രാസ്യമ്മയുടെ അടുത്ത് ഈ മെൽട്ടഡ എന്ന സിസ്റ്റർ, എന്റെ അപ്പൻ എവിടെയുണ്ട്? ഒട്ടനെ എവുപ്രാസ്യമ്മ ചോദിക്കുക, അടയാണെന്താ? മെൽട്ടഡ അധികം പ്രാർത്ഥിക്കാറില്ല. ഈ അപ്പന്റെ വസ്ത്രം, ഈ അപ്പന്റെ നിപ്പ്,
ഈ അപ്പനെ നടപ്പ്, ഈ അപ്പന്റെ ഷേപ്പ് എല്ലാം എബ്രാസിം ഇവരെ കണ്ടിട്ടില്ല. ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ആളില്ലേ ശുദ്ധീകരണ സ്ഥലത്തിലുണ്ട്. അന്ന് മുതൽ സിസ്റ്റർ മെൽട്ടണ്ട കണ്ണുനീരോടെ ശുദ്ധീകരണാത്മാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇന്ന് പലർക്കും ഈ ബോധ്യമുണ്ടോ? നമ്മളെല്ലാം വിചാരിച്ചിരിക്കുന്ന ഒരാള് കുമ്പസാരം കഴിഞ്ഞ് നേരിട്ട് സ്വർഗത്തിൽ പോയെന്നാ. ജനോവയിലെ വിശുദ്ധ കാതറിൻ പറയുന്ന ഒരു കാഴ്ച, ഒരു ദർശനമുണ്ട്. ജനോവയിലെ വിശുദ്ധ കാതറിൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഓരോ പാവവും ചെയ്യുമ്പോൾ ഒരു മരം, നല്ല വളർന്നിരിക്കുന്ന ഒരു മരത്തിലേക്ക് ആണി അടിച്ചു കയറ്റുന്ന പാപം, വ്യഭിചാരം ചെയ്യുമ്പോൾ ആണി അടിച്ചു കയറ്റും, സ്വർഗ്ഗവും ചെയ്യുമ്പോൾ ആണി അടിച്ചു കയറ്റും. ഈശോയുടെ മക്കളെ, വേറൊരു കാര്യം ഞാൻ പറയാം. മരിയസമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്. ഏറ്റവും കൂടുതൽ ശുദ്ധീകരണ സ്ഥലത്തില് വെന്ന് വേദനിക്കുന്നത് സ്വർഗ്ഗഭോഗത്തിന് അടിമപ്പെട്ടവരാ. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. സ്വർഗ്ഗഭോഗത്തിൽപ്പെട്ടവര് ദൈവത്തിന്റെ കരുണയാൽ അവസാന സമയത്ത് മാനസാന്തരപ്പെട്ടവരാ. അവരൊത്തിരി വേദനിക്കുന്നതായി മരിയസമ്മ ഓസ്ട്രിയക്കാരി മിസ്റ്റിക്ക് പറയുന്നുണ്ട്. ഇപ്പൊ ജനോവയിലെ വിശുദ്ധ കാതറിൻ പറയാ, നമ്മൾ ഓരോ പാവവും ചെയ്യുമ്പോൾ ഈ മരത്തിലേക്ക് ആണി അടിച്ചു കയറ്റുക. എന്നാൽ കുംഭസാരത്തെ കുറിച്ച് ജനോവയിലെ വിശുദ്ധ കാതറിൻ പറയുന്നത്, കുംഭസാരം എന്നത് ഒരു പാപം ഏറ്റു പറയുമ്പോൾ ഈ ആണിയെ പിഴുതെടുക്കുക. ആണിയെ പിഴുതെടുക്കുക. ഒരു നല്ല മരത്തിൽ ആണിയെ അടിച്ചു കയറ്റിയ ആണിയെ, നമുക്കറിയാം, ചുറ്റിക്കൊണ്ട് അടിച്ചു കയറ്റിയ ആണിയെ പിഴുതെടുക്കുമ്പോൾ ഈ ആണി അടിച്ച മരത്തിന് കിഴുത്തുണ്ടാകും. ഇതുപോലെ തന്നെയാ ജനോവിലെ കാതറിൻ പറയുന്നത്. കുംഭസാരമെന്ന കൂദാശ വഴി പാപം കടം മോചിക്കപ്പെട്ട പാപം മോചിക്കപ്പെട്ടാലും അതിന്റെ കടം കിടപ്പുണ്ട്. അതാണ് കിഴുത്ത. അതിനാണ് ഈ ഭൂമിയിൽ പരിഹാര പ്രാശ്ചിത്ത ശുശ്രൂഷകൾ. ഇത് ചെയ്യാത്ത വ്യക്തികളെ അന്തിമ ശുദ്ധീകരണത്തിനായി ദൈവം പകരട്ടി ശുദ്ധീകരണ സ്ഥലത്ത് വിടുന്ന ഈ ആത്മാക്കൾ ദൈവത്തിന്റെ നീതിയിൽ കിടക്കുന്ന, കരുണയില്ല നീതിയിൽ കിടക്കുന്ന ഈ ആത്മാക്കൾ, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റാത്ത ആത്മാക്കൾ, അവർ കെഞ്ചുന്നത് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എന്റെയും നിന്റെ അടുത്താ. നമ്മളവരെ ഓർക്കാറുണ്ടോ? നമ്മളവരെ പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മളൊന്ന് അനുസ്മരിക്കാറുണ്ടോ? അവരെ അടക്കിയിരിക്കുന്ന കബറടത്ത് കല്ലടയിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. പല കുടുംബങ്ങളെയും കെട്ടപ്പെട്ട് കിടക്കുക. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് തെറ്റായ ചില പഠനമുണ്ട്. ചില പ്രത്യേക ഗ്രൂപ്പുകാര് പഠിപ്പിക്കുന്ന കാര്യം എന്നാ? നരകത്തിൽ പോയ ആത്മാവിനെ രക്ഷിക്കാം. കത്തോലിക്ക സഭ ശപിക്കപ്പെട്ട് തള്ളിയൊരു വാഗ്വാദമായത്. കത്തോലിക്ക സഭ തള്ളിക്കളഞ്ഞതാ. സ്വരപ്പെടുത്തി പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വരപ്പെടുത്തി പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. 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 ഒരിക്കലും ഒരു കാലഘട്ടത്തിൽ നരകശിക്ഷ നിത്യമല്ലെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. സഭ അത് തള്ളിക്കളഞ്ഞു. അത് പിന്നീട് ഒരിജിൻ അത് സഭ പറഞ്ഞത് അനുസരിച്ചു. ഒരിജിൻ ഒരു കാലത്ത് പറഞ്ഞത് നരകത്തിൽ പോയി ആത്മാവ് രക്ഷിക്കാവുന്ന. എന്റെ ഈശോയുടെ പ്രിയപ്പെട്ട മകളെ, 1848 അമേരിക്കയിലെ ജോൺ തോമസ് എന്ന് പറയുന്ന ഒരു പ്രൊട്ടസ്റ്റന്റ് പാസ്റ്റർ നരകത്തിൽ പോയി ആത്മാവ് രക്ഷിക്കാമെന്ന് പഠിപ്പിച്ചു. അവർക്ക് മാനസാന്തരം കിട്ടുമെന്ന് പഠിപ്പിച്ചു. അതിന്നും ഫോളോ ചെയ്യുന്ന ചില ക്രൈസ്തവ ഗ്രൂപ്പുണ്ട്. ശ്രദ്ധിക്കണേ, നരകത്തിൽ പോയ ആത്മാവിനെ രക്ഷിക്കാൻ ആർക്കും പറ്റില്ല. ബ്രദർ പറയുന്നത് നരകത്തിൽ പോയ ആത്മാവിനെ ആർക്കും രക്ഷിക്കാൻ പറ്റില്ല. എന്നാൽ ശുദ്ധീകരണ സ്ഥലത്തിൽ വേദനിക്കുന്ന ആത്മാക്കൾ, സങ്കടപ്പെടുന്ന ആത്മാക്കൾ, ആത്മാവിനെ രക്ഷിക്കാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സഭയ്ക്ക് പറ്റും. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. ചിലരൊരു സംശയം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് ആത്മഹത്യ ചെയ്ത ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ? ഇതേക്കുറിച്ച് മരിയസമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്. തീർച്ചയായും ആത്മഹത്യ ചെയ്ത ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒന്ന് നമുക്കറിയാം, ഒരാൾ ആത്മഹത്യ ചെയ്ത ആത്മഹത്യയാണോ കൊലപാതകമാണോ നമുക്കറിയില്ല. ഏത് സാഹചര്യത്തിൽ അദ്ദേഹം മരിച്ചെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബത്തിൽ അപകടത്തിൽ മരിച്ചവര്, ആത്മഹത്യ ചെയ്ത് മരിച്ചവര്, അവർക്ക് വേണ്ടി നിങ്ങളുടെ മരണം വരെ പ്രാർത്ഥിക്കണം. കാരണം നമുക്കറിയാം, ആത്മഹത്യ ചെയ്യുന്ന സമയത്തോ ദൈവത്തിന്റെ കരുണ കൊണ്ട് ചിലപ്പോൾ ആ മനുഷ്യൻ വെള്ളത്തിൽ വീഴുന്ന സമയത്തായിരിക്കാം.
ഒരു നിമിഷം ദൈവമേ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അനന്ത കരുണയിറങ്ങി ഈ മനുഷ്യ ശുദ്ധീകരണ സ്ഥലത്ത് എത്താം. അതുകൊണ്ട് സഭ പഠിപ്പിക്കുന്ന ആത്മഹത്യ ചെയ്ത ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതേക്കുറിച്ച് ഒരു വിശുദ്ധൻ പറയുന്ന കാര്യം ഇതാണ്: ആത്മഹത്യ ചെയ്ത ആത്മാവ് ഒരുപക്ഷെ നരകത്തിൽ പോയാലും നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന മറ്റുള്ളവരിലേക്ക് പരിശുദ്ധ അമ്മ ഷിഫ്റ്റ് ചെയ്യും. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അത് നമ്മുടെ പ്രിയപ്പെട്ട കുടുംബത്തിൽ മരിച്ചവർക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കണം. ചിലർ ചോദിക്കും, ഞാൻ ഇത്ര വർഷമായി, 10 വർഷമായി, 25 വർഷമായി എൻ്റെ കുടുംബത്തിൽ മരിച്ചു പോയിട്ടുണ്ട്, ഇന്ന വ്യക്തി മരിച്ചുപോയി. ഞാൻ 25 വർഷമായി പ്രാർത്ഥിക്കാറുണ്ട്. ഈ പ്രാർത്ഥന അദ്ദേഹം സ്വർഗത്തിൽ ചെന്നോ ഇല്ലെന്ന് അറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥന നിർത്തരുത്. ഇതേക്കുറിച്ച് മരീസമ്മയ്ക്ക് പരിശുദ്ധ അമ്മ കൊടുത്ത വെളിപ്പെടുത്തൽ അറിയാമോ? നിങ്ങളൊരു ആത്മാവിന് വേണ്ടി തുടർച്ചയായി പ്രാർത്ഥിച്ചാലും ഈ ആത്മാവ് സ്വർഗത്തിൽ ചെന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥന നിർത്തണ്ട. നിങ്ങളൊരു പക്ഷെ അറിഞ്ഞില്ലെങ്കിലും അടുത്ത വ്യക്തിയിലേക്ക് ആ പ്രാർത്ഥന കർത്താവ് മാറ്റും. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സഭ പ്രഖ്യാപിക്കാത്തിടത്തോളം കാലം, സഭ വിശുദ്ധനെന്നോ വാഴ്ത്തപ്പെട്ടവനെന്നോ ധന്യനെന്നോ പ്രഖ്യാപിക്കാത്തിടത്തോളം കാലം വൈദികർക്ക് വേണ്ടിയാണെങ്കിലും അഭിമന്യ പിതാക്കന്മാർക്ക് വേണ്ടിയാണെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണെങ്കിലും നമ്മൾ ഒപ്പീസ് ചൊല്ലിയും കരുണക്കൊന്ത ചൊല്ലിയും ജപമാല ചൊല്ലിയും വിശുദ്ധ കുർബാനയെ സമർപ്പിച്ചും പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ശുദ്ധീകരണ സ്ഥലത്തില് വേദനിക്കുന്ന ഓരോ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. 2 മക്കബായർ 12:44 ദൈവത്തിന്റെ വചനം പഠിപ്പി. 2 മക്കബായർ 12:44 പറയാ, മരിച്ചവർക്ക് വേണ്ടി ബലിയർപ്പിക്കണം. ഇത് യഹൂദ പാരമ്പര്യത്തിലുള്ളതാ. യഹൂദ പാരമ്പര്യത്തിലെ തെറ്റായ പ്രവണതകളെ തിരുത്തിയവനായ ഈശോ. പക്ഷെ എന്തുകൊണ്ട് ഈ മക്കബായരുടെ പുസ്തകത്തിലേക്കാക്കി ഈശോ തിരുത്തിയില്ല? ആ യഹൂദ പാരമ്പര്യത്തിൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പാരമ്പര്യത്തെ ഈശോ തിരുത്തിയില്ലെന്ന് അർത്ഥവനാ. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 2 മക്കബായർ 12:44 പറയാ, മരിച്ചവർക്ക് വേണ്ടി ബലിയർപ്പിച്ചു പ്രാർത്ഥിക്കണം. മരിച്ച ആത്മാവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഈ ആത്മാക്കൾ മുഴുവൻ രക്ഷപ്പെടുന്നത്. ശ്രദ്ധിക്കണേ, എല്ലാം നമ്മൾ കരുണക്കൊന്ത ചൊല്ലിയാലും കുരിശിന്റെ വഴി ചൊല്ലിയാലും തിരുരക്ത ജപമാല ചൊല്ലിയാലും ഒപ്പീസ് ചൊല്ലിയാലും മരിച്ച ആത്മാവിനെ രക്ഷ പ്രാപിക്കുന്നത് കാൽവരി കുരിശിലെ ബലിയുടെ തനിയാവർത്തനമായ പരിശുദ്ധ കുർബാന വഴിയാ. ആ പരിശുദ്ധ കുർബാനയാണ് നിങ്ങളുടെ ബലിപീഠത്തിൽ ഇടവദേവാലയത്തിൽ നടക്കുന്നത്. നമ്മുടെ ശുദ്ധീകരണ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ജപമാല ചൊല്ലുമ്പോൾ ഈ പ്രാർത്ഥന മുഴുവൻ അന്ന് അർപ്പിക്കുന്ന ബലിയിലേക്ക്, കാസയിലേക്കും പീലാസയിലേക്കും ചേർത്ത് വെച്ചിട്ട് ശുദ്ധീകരണാത്മാവിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ടാണ് ബലിക്ക് മുമ്പ് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. തലേദിവസേ പ്രാർത്ഥിച്ചൊരുങ്ങണം. നമ്മുടെ കുടുംബത്തിൽ മരിച്ചവരെയെല്ലാം ഓർക്കണം. നമുക്കറിയത്തില്ല അപ്പൻ്റെ കുടുംബത്തിൽ ആരൊക്കെ മരിച്ചിട്ടുണ്ട്, എങ്ങനെ മരിച്ചിട്ടുണ്ടെന്നറിയാം. നമുക്കറിയാം പുറമേ എല്ലാ മനുഷ്യനും നല്ലതാന്ന് തോന്നും, പക്ഷെ ഉള്ള ആർക്കും അറിയത്തില്ല. 1 സാമുവേൽ 16:7 വചനമില്ലേ? മനുഷ്യൻ ഭാഗ്യരൂപങ്ങളിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ അവന്റെ ഹൃദയത്തെ ശ്രദ്ധിക്കുന്നു. അപ്പൊ മനുഷ്യൻ മുഖം നോക്കിയാ ശ്രദ്ധിക്കുന്നത്, ദൈവം ഒരുവന്റെ ഉള്ളു നോക്കിയാ ശ്രദ്ധിക്കുന്നത്. അപ്പൊ മരണസമയത്ത് ഈ മനുഷ്യന്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. ആത്മഹത്യ ഒരു ആത്മാവിന്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ഇത് ആത്മഹത്യയാണോ കൊലപാതകവും നമുക്കറിയില്ല. അതുകൊണ്ടാണ് ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഏത് വിധത്തിൽ മരിച്ച ആളാണെങ്കിലും, കൊലപാതകത്തിൽ മരിച്ചതായിക്കോട്ടെ, ഭ്രൂണഹത്യയിൽ മരിച്ചതായിക്കോട്ടെ, ഏത് വിധത്തിൽ മരിച്ച വ്യക്തി ആയിക്കോട്ടെ, ഈ മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ പറഞ്ഞേ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് കത്തോലിക്ക സഭ ഇന്ന വ്യക്തി നരകത്തിൽ പോയെന്ന് സഭ പഠിപ്പിക്കുന്നില്ല. നരകമുണ്ട്, നരകത്തിൽ ആത്മാക്കളുമുണ്ട്, പക്ഷെ ഇന്ന വ്യക്തി നരകത്തിൽ പോയെന്ന് സഭ പഠിപ്പിക്കുന്നില്ല. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, നമുക്കൊരു കടമയുണ്ട്. എനിക്കും നിങ്ങൾക്കൊരു കടമയുണ്ട്. ഈ ഭൂമിയിൽ ദൈവത്തിന്റെ കരുണ സഭയിലൂടെ ലഭിക്കുന്നുണ്ട്. നമുക്ക് വിശുദ്ധ കുർബാന വഴി, കൂദാശകൾ വഴി, സഭയുടെ പ്രാർത്ഥന വഴി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവർക്ക് സഭ വഴി നേരിട്ട് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, എന്നാൽ ഇപ്പോൾ കർത്താവിന് വെളിച്ചം കിട്ടാതിരിക്കുന്ന, എന്നാൽ കർത്താവിനെ കാണുമെന്ന് പ്രതീക്ഷയുള്ള, ഓരോ ദിവസവും കാത്തിരിക്കുന്ന
നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈ സമരസഭയിൽപ്പെട്ട ഞാനും നിങ്ങളും പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാ. അപ്പോൾ ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. എനിക്ക് ഉത്തരവാദിത്വമുണ്ട് എൻ്റെ കുടുംബത്തിൽ മരിച്ചവർക്ക് വേണ്ടി. പ്രിയപ്പെട്ട വൈദികർക്ക് ഉത്തരവാദിത്വമുണ്ട് സഭയിൽ മരിച്ചവർക്ക് വേണ്ടി. സമർപ്പിത ജീവിതങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് കോൺഗ്രിഗേഷനിൽ മരിച്ചവർക്ക് വേണ്ടി. പ്രിയപ്പെട്ടവരെ, നമ്മൾ കണ്ടില്ലേ സഭയിലെ ചില വിശുദ്ധാത്മാക്കളുടെ ജീവിതം എടുത്തു പഠിച്ചില്ലേ? ജദ്ദുരൂദിനടുത്ത് പ്രാർത്ഥനാ സഹായം ചോദിച്ച വൈദികർ മദർ മറിയം ത്രേസ്യ കുഴിക്കാട്ടുചേരിയിൽ രാത്രി ഇരുന്ന് ജപമാല ചൊല്ലുമ്പോൾ ആ ഡയറിക്കകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, എൻ്റെ അടുക്കൽ വലിയ ചങ്ങലകളാൽ ചുറ്റപ്പെട്ട ഒരു വൈദികന്റെ ആത്മാവ് വന്നു. കഴിഞ്ഞ 5 വർഷമായി ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുന്ന വൈദികൻ. ഈ വൈദികനാഗ് പറഞ്ഞതെന്നറിയാമോ? ഈ വൈദികൻ പറഞ്ഞതെന്നറിയാമോ? ഞാൻ എൻ്റെ സഭയെ അനുസരിക്കാത്തതിന് പേരിൽ കിടക്കുന്നു. എനിക്ക് വേണ്ടി ബലിയർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? എനിക്ക് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാമോ? എനിക്ക് വേണ്ടി ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കാമോ? മറിയം ത്രേസ്യ ഈ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. യൗപ്രാസ്യമേടത്ത് ഇങ്ങനെ ആത്മാവ് വന്നിട്ടുണ്ട്. പാതിരിപ്പിയടുത്ത് ആത്മാവ് വന്നിട്ടുണ്ട്. അമ്മ ത്രേസ്യയുടെ അടുത്ത് ആത്മാവ് വന്നിട്ടുണ്ട്. ജനോവയിലെ വിശുദ്ധ ഖ്യാതന്റെ അടുത്ത് വന്നിട്ടുണ്ട്. അൽമായ വിശുദ്ധനായ വിശുദ്ധ നിക്കോളാസിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവരൊക്കെ ശുദ്ധീകരണാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചവരാ. അതുകൊണ്ടാണ് ഈ അനുഭവം ഉള്ളത് കൊണ്ടാണ് അവർ ഈ ഭൂമിയിൽ വെച്ച് സഹനങ്ങൾ സ്വീകരിച്ചത്. ഹല്ലേലൂയ പറഞ്ഞേ. വേദപാരംഗതനായ തോമസ് അക്വീനാസ് പറയുക, ശുദ്ധീകരണ സ്ഥലത്തിലെ ഒരാത്മാവിന്റെ വേദന ഈ ഭൂമിയിലുള്ള മുഴുവൻ സഹനത്തെക്കാളും വേദനയാ. അതുകൊണ്ടാണ് ഈ വിശുദ്ധന്മാർക്ക് ബോധ്യമുണ്ടായിരുന്നു. അവർ ശുദ്ധീകരണ സ്ഥലത്തിൽ പോകാൻ താല്പര്യപ്പെട്ടവരല്ല. അവർ നിന്ദനങ്ങൾ മേടിച്ചു, അവർ സഹനങ്ങൾ ഏറ്റെടുത്തു, അപമാനങ്ങൾ ഏറ്റെടുത്തു. ക്രിസ്തുവിന്റെ കുരിശിനെ പ്രതി സഹനങ്ങൾ ഏറ്റെടുത്ത് കൂടുതൽ മെച്ചപ്പെട്ടത് ലഭിക്കാൻ ഹെബ്രായ ലേഖനത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ അവസാനത്തിൽ പറയുന്നവരെ കൂടുതൽ മെച്ചപ്പെട്ട പുനരുത്ഥാനം ലഭിക്കാൻ വേണ്ടി അവർ ലോകത്തിൽ അലഞ്ഞു തിരിഞ്ഞു നടന്നു. അവരെ ഉൾക്കൊള്ളാൻ ലോകത്തിന് സാധിച്ചില്ല. അവർ ഗുഹകളിലും മാളങ്ങളിലും അലഞ്ഞു തിരിഞ്ഞു നടന്നു. അവൻ അനാഥരെ പോലെ കരുതി. എന്നാൽ കൂടുതൽ മെച്ചപ്പെട്ടത് ലഭിക്കാൻ ഹല്ലേലൂയ പറഞ്ഞേ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ സ്വർഗത്തിലെ നിധി, സ്വർഗത്തിൽ നിധിയുണ്ട്. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിധി കിട്ടും. വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിധി കിട്ടും. പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ നിധിയുണ്ട്. അതുപോലെ ഒരു നിധിയാണ്, സ്വർഗത്തിലെ നിക്ഷേപമാണ്. സ്വർഗത്തിലെ നിക്ഷേപമാണ് ശുദ്ധീകരണാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ശുദ്ധീകരണാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവ് നശിച്ചു പോകത്തില്ല. മരണസമയത്ത് ദൈവത്തിന്റെ കരുണ ഇറങ്ങി വരും. ശുദ്ധീകരണാത്മാവിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒത്തിരി സഹിക്കുന്നവരില്ലേ? നിങ്ങൾ വേദനിക്കുന്നവരില്ലേ? തളർന്നു കിടക്കുന്നവരില്ലേ? ഈ വേദന ആരും പ്രാർത്ഥിക്കാനില്ലാത്ത ശുദ്ധീകരണാത്മാവിന് വേണ്ടി, ആരും പ്രാർത്ഥിക്കാനില്ലാത്ത വൈദിക ശുദ്ധീകരണാത്മാവിന് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, ദേശത്ത് മരിച്ചവർക്ക് വേണ്ടി, കൊറോണ രൂപം മൂലം നമുക്കറിയാം, കൊറോണ വന്നതിന് ശേഷം ഒരു നല്ല അടക്ക് കിട്ടാതെ, അന്ത്യകൂദാശ കിട്ടാതെ, വിശുദ്ധ കുർബാന കിട്ടാതെ വേദനിച്ച് ഭയപ്പെട്ട് കഴിഞ്ഞ മരിച്ചുപോയ ആത്മാക്കളില്ലേ? ഇവർക്ക് വേണ്ടി നിങ്ങൾ കാഴ്ചകൂടെ? നിങ്ങളുടെ കടഭാരങ്ങള് ഇങ്ങനെ ആത്മാവിന് വേണ്ടി കാഴ്ചവെച്ചുകൂടെ? നിങ്ങളുടെ മക്കള് നിങ്ങളെ വേദനിപ്പിക്കുന്ന കുത്തി നിങ്ങളുടെ മക്കള് അമ്മ അപ്പനെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ വേദനകള് ശുദ്ധീകരണ സ്ഥലത്തിൽ വേദനിക്കുന്ന ആത്മാവിന് വേണ്ടി കാഴ്ചവെക്കുമ്പോൾ ഈ ആത്മാവ് മരിയ സംഭവം പറയണത് ഓരോ അറവിട്ട് പുറത്തേക്ക് വന്ന അവസാനം ശുദ്ധീകരണ സ്ഥലത്തിന് മേൽത്തട്ടി ചെല്ലും. അങ്ങനെ മേൽത്തട്ടി ചെല്ലുന്ന ആത്മാക്കളെയാണ് 917 പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ പഠിപ്പിച്ച പ്രാർത്ഥന ചെല്ലുമ്പോൾ ഈ ആത്മാവ് സ്വർഗത്തിൽ ചെല്ലും. ഈ ആത്മാവ് സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവര് നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ ത്രിത്വത്തിന്റെ അടുത്ത് പ്രാർത്ഥിക്കും. എന്തിനാണെന്നറിയാമോ? എന്നെ സ്വർഗത്തിൽ വിട്ട ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ പറഞ്ഞേ. പറഞ്ഞേ ഹല്ലേലൂയ. ആത്മീയ സത്യമാ പറയണത്. ഈ ബോധ്യം കിട്ടിയ വ്യക്തികളാ വിശുദ്ധാത്മാക്കൾ. അതുകൊണ്ടല്ലേ വിശുദ്ധ യൗപ്രാസ്യമയുടെ അടുത്ത് ഒരാൾ വിഷമിച്ചു വരുമ്പോൾ യൗപ്രാസ്യമ പറയും, ഒരു 7 കുർബാന ചെല്ലിച്ചേ. യൗപ്രാസ്യമ പറയും, ഇത്ര ദിവസം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചേ,
ഇത്ര ദാനധർമ്മം ചെയ്യില്ലേ ശുദ്ധീകരണാത്മാവിന് വേണ്ടി? നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്ക്. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഇന്നു മുതൽ നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിൽ ഈ പ്രാർത്ഥന ഓർക്കണം. വ്യക്തിപരമായി പ്രാർത്ഥിക്കുമ്പോൾ ശുദ്ധീകരണാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബത്തിൽ മരിച്ചുപോയവര്, അവരടക്കി കല്ലറ, അത് നമ്മുടെ പ്രതീകമാ. അവിടെ ചെന്നിട്ട് ഒരു തിരി കത്തിച്ച് ഈ ആത്മാവിന് വേണ്ടി 5 സ്വർഗസ്ഥനായ നന്മ നിറഞ്ഞവർ തിത്വസ്തുതി മരിച്ച വിശ്വാസികളെ പ്രാർത്ഥന ചൊല്ലി ഈ ആത്മാവിന് ആശ്വാസം കിട്ടുമെന്നറിയാം. അങ്ങനെ ചെയ്യുന്നവർ നിങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഞാനിത് പറയണത് ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, സ്വർഗം ഏറ്റവും ആഗ്രഹിക്കുന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ കൂടെ കൂടെ പ്രത്യക്ഷപ്പെടുമ്പോൾ പറയുന്നത് ഈ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം, ശുദ്ധീകരണാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ തുടർന്ന് ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് കടക്കുക. ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് ഇന്ന് ആരാധനയിൽ ശുദ്ധീകരണാത്മാക്കളെ മൊബൈല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കും. നമ്മുടെ കുടുംബത്തിൽ മരിച്ചവര്, നമ്മുടെ പ്രിയപ്പെട്ടവര്, ജ്ഞാനസ്നാനം നൽകിയവര്, വൈദികര്, സമർപ്പിതര്, നമ്മുടെ അയൽപക്കക്കാര്, ദേശത്ത് മരിച്ചവര്, പ്രൊട്ടസ്റ്റന്റ് ചർച്ച പരിശുദ്ധ ശക്തമായി പറയുന്നു. മരണശേഷം പ്രാർത്ഥന പോലും വേണ്ടെന്ന് വെച്ച പ്രൊട്ടസ്റ്റന്റുകാർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അവർക്കാരും പ്രാർത്ഥിക്കാനില്ല. ഇവർക്ക് വേണ്ടി എല്ലാം നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമുക്ക് ദീപികാരൻ്റെ ആരാധനയ്ക്കായിട്ട് ഒരുങ്ങി പ്രാർത്ഥിക്കാം. 2 കരങ്ങളൊന്ന് ഉയർത്തി, കർത്താവേ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ആരാധന, 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 ആരാധന. യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ. യേശുവിനെ ക്രൂശിലെ ജയാളി സ്തുതിച്ചിടാം. യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ. പുകഴ്ത്തിടാം യേശുവിനെ ക്രൂശിലെ ജയാളി സ്തുതിച്ചിടാം. യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതൻ. ഒറ്റ വിളിയേശുവേ. ജീവിച്ചിരിക്കും ആരാധിക്കുക. കുടുംബത്തിൽ മരിച്ചവർക്ക് വേണ്ടി ഏകരക്ഷകനെ ഏറ്റുപറയാം. യേശുവിനെ കർത്താദി കർത്താവിനെ വിശ്വസിക്കാം. യേശുവിനെ ഏകരക്ഷകനെ ഏറ്റുപറയാം. യേശുവിനെ കർത്താദി കർത്താവിനെ ആരാധിക്കാം. യേശുവിനെ അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതൻ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും നമ്മുടെ പുകഴ്ചയും കുടുംബങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുകയോ ആദരിക്കുകയോ ചെയ്യാതെ ഇരുന്നവർ ശുദ്ധീകരണ സ്ഥലത്തിലുണ്ട്. അവർക്ക് വേണ്ടി ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരായ നമ്മൾ പരിഹാര പ്രാശ്ചിത്തം ചെയ്യുകയാണ്. ശിരസ് നമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കരുണ. മരണശേഷം ദൈവത്തിൻ്റെ നീതിയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധി വെളിപ്പെടുന്നത് സ്വർഗത്തിലാണ്. അപ്പൊ പരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരാത്മാവ് ശുദ്ധീകരിക്കപ്പെട്ട് ചെല്ലാൻ വേണ്ടിയാണ് ശുദ്ധീകരണ സ്ഥലം ദൈവം ഒരുക്കിയത്. വെളിപാട് 21:27 മ്ലേച്ഛതയും കൗടല്യവും പ്രവർത്തിക്കുന്നവർ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. ഇപ്പോൾ ഒരു മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ ആ മനുഷ്യനെ പൊതിഞ്ഞ് തുരുമ്പ് പിടിക്കുന്നത് പോലെ പാപത്തിൻ്റെ കറകൾ പിടിക്കും. പാപത്തിൻ്റെ അവസ്ഥകൾ ഈ ആത്മാവിനെ തകർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സ്വർഗം ഈ ആത്മാവിനെ ശുദ്ധീകരിക്കാൻ ശുദ്ധീകരണ അഗ്നി ഒരുക്കിയത്. വചനമുണ്ട്. കർത്താവിൻ്റെ വചനത്തിൽ യൂദാസിന്റെ ലേഖനത്തിൽ 1:23 പഠിപ്പിക്കുകയാണ്, അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റണം. അഗ്നിയിൽ അകപ്പെട്ടവരെ, നമുക്കറിയാം സ്വർഗത്തിൽ അഗ്നിയുണ്ട്. അവിടെയുള്ളവർ സ്വർഗത്തിൽ അഗ്നിയില്ല, നരകത്തിൽ അഗ്നിയുണ്ട്. നരകത്തിൽ അഗ്നിയുണ്ട്. നരകത്തിൽ പോയവരെ ആർക്കും രക്ഷിക്കാൻ പറ്റില്ല. സ്വർഗത്തിൽ അഗ്നിയില്ല. എന്നാൽ സ്വർഗത്തിലും നരകത്തിലും അല്ലാത്തൊരു സ്ഥലമുണ്ട്, ശുദ്ധീകരണ സ്ഥലം. അത് അഗ്നിയെ സൂചിപ്പിക്കുന്നു. അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റും. തുടർന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെല്ലാം ഈ പ്രാർത്ഥനയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. മറുപടിയായിട്ട് യേശുവേ കരുണയുണ്ടാകണമേ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. ഓ യേശുവേ, മനുഷ്യകുലം മുഴുവൻ രക്ഷിക്കപ്പെട്ട് നിത്യ സന്തോഷത്തിലേക്ക് കൊണ്ടുവരുന്നതിനായി അങ്ങ് സഹിക്കുകയും മരിക്കുകയും ചെയ്തല്ലോ. ഞങ്ങളുടെ മാതാപിതാക്കളും അവരുടെ മാതാപിതാക്കളുടെയും ആത്മാക്കളുടെ മേൽ ഇനിയും കാരുണ്യം ഭക്ഷിക്കണമെന്ന് ഞങ്ങളുടെ അപേക്ഷ കേട്ടുകൊള്ളണമേ. മറുപടി, യേശുവേ കരുണയുണ്ടാകണമേ. യേശുവേ കരുണയുണ്ടാകണമേ. എൻ്റെ സഹോദരി സഹോദരന്മാരുടെയും അടുത്ത ബന്ധുക്കളായ ശുദ്ധീകരണാത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. എൻ്റെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയുമായ ശുദ്ധീകരണാത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. എൻ്റെ ആത്മീയവും ഭൗതികമായ ഉപകാരികളായ ശുദ്ധീകരണാത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. എൻ്റെ സുഹൃത്തുക്കളുടെയും അയൽക്കാരുടെ മേൽ ആയ ശുദ്ധീകരണാത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. സ്നേഹം കൊണ്ടും ഉത്തരവാദിത്വം കൊണ്ടും എൻ്റെ പ്രാർത്ഥന ഏറ്റവും ആവശ്യമുള്ള ശുദ്ധീകരണാത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. എന്നിലൂടെ നഷ്ടമോ നാശമോ വഹിച്ചിട്ടുള്ള എല്ലാ ശുദ്ധീകരണാത്മാക്കളുടെ മേലും യേശുവേ കരുണയുണ്ടാകണമേ. അങ്ങയുടെ പ്രത്യേക വാത്സല്യത്തിന് പാത്രമായിരിക്കുന്ന ശുദ്ധീകരണാത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. വിടുതൽ സമീപിച്ചിരിക്കുന്ന ശുദ്ധീകരണാത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. അങ്ങയോട് ഏറ്റവും ഐക്യപ്പെടാൻ ആഗ്രഹിക്കുന്ന ശുദ്ധീകരണാത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ, ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, 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 യേശുവേ 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 ഈശോയേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി ഇവരിൽ നീ കനിയേണമേ. ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. കരുണ
പ്രാർത്ഥിക്കുന്നു, ഇവരിൽ നീ കനിയേണമേ. പ്രിയപ്പെട്ടവരെ, കരങ്ങൾ കൂപ്പി പിടിച്ച് വീണ്ടും നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഏറ്റവും വലിയ സഹനം അനുഭവിക്കുന്ന ശുദ്ധീകരണാത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. ആരും ഓർമ്മിപ്പിക്കടാത്ത മറന്നുപോയ ശുദ്ധീകരണാത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. മോചനം അതിവിദൂരത്തായിരിക്കുന്ന ശുദ്ധീകരണാത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. തിരുസഭയുടെ ശുശ്രൂഷയിലൂടെ അർഹത നേടിയെടുത്ത ശുദ്ധീകരണാത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. ഇപ്പോൾ അനാഥരായി മാറിയിരിക്കുന്ന ധനികന്മാരായിരുന്ന ശുദ്ധീകരണാത്മാക്കളുടെ മേൽ യേശുവേ ഇപ്പോൾ കരുണയുണ്ടാകണമേ. ശക്തിഹീനരായിരിക്കുന്ന ശക്തന്മാരായ ശുദ്ധീകരണാത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. ഒരിക്കൽ ആത്മീയ അന്ധതയിലായിരുന്നെങ്കിലും ഇപ്പോൾ ശുദ്ധീകരണ സ്ഥലം ഇല്ലെന്ന് പറഞ്ഞു നടന്നവർ ഇപ്പോൾ തങ്ങളുടെ വിഡ്ഢിത്തത്തെ കാണുന്ന ശുദ്ധീകരണാത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. നിഷ്പ്രയോജനമായ അലസതയിൽ സമയം ചെലവഴിച്ച ശുദ്ധീകരണാത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. സ്വർഗത്തിന്റെ നിധി അന്വേഷിക്കാതെ പോയ പാവപ്പെട്ട ശുദ്ധീകരണാത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. കരങ്ങളും ഉയർത്തി ഈ ആത്മാക്കളെല്ലാം സമർപ്പിച്ച് നമ്മുടെ സകലങ്ങൾ ചേർത്ത് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, എല്ലാവരും സ്തുതിക്കട്ടെ. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ശുദ്ധീകരണാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു, ഈശോ ഇവരിൽ നീ കനിയേണമേ. ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു, ഇവരിൽ നീ കനിയേണമേ. കരങ്ങൾ കൂപ്പി പിടിച്ച് പ്രാർത്ഥനയ്ക്ക് അല്പസമയം മാത്രം ചെലവഴിച്ച മന്ദാത്മാക്കളായ ശുദ്ധീകരണാത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. സൽപ്രവൃത്തികൾ ചെയ്യുന്നതിന് അവഗണിച്ച ഉദാസീനരായ ശുദ്ധീകരണാത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. അടുക്കലടുക്കൽ കൂദാശ സ്വീകരിക്കുന്ന അവഗണിച്ച അല്പവിശ്വാസികളായ ശുദ്ധീകരണാത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. അത്ഭുത വരപ്രസാദത്തോട് തങ്ങൾക്ക് രക്ഷയ്ക്ക് കടപ്പെട്ടിരിക്കുന്ന തഴക്കദോഷത്തിൽപ്പെട്ട ശുദ്ധീകരണാത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. കുട്ടികളെ നിരീക്ഷിക്കാനും ആത്മീയതയിൽ വളർത്താനും പരാജയപ്പെട്ട മാതാപിതാക്കളായ ശുദ്ധീകരണാത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. തങ്ങൾക്ക് ഭരമേൽപ്പിക്കപ്പെട്ടവരുടെ രക്ഷയ്ക്കായി ഉത്സാഹിക്കാതിരുന്ന സഭാധികാരികളായ ശുദ്ധീകരണാത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. ലൗകിക സമ്പത്തും സന്തോഷവും ആർജിക്കാൻ ശ്രമിച്ച ശുദ്ധീകരണാത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. തങ്ങളുടെ സമ്പത്തും കഴിവും ദൈവരാജ്യ ശുശ്രൂഷയ്ക്കായി ഉപയോഗിക്കാൻ പരാജയപ്പെട്ട ലോക മനസ്സുള്ള ശുദ്ധീകരണാത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. മറ്റുള്ളവരുടെ മരണത്തിന് സാക്ഷിയായി നിൽക്കുകയും എന്നാൽ സ്വന്തം മരണത്തെപ്പറ്റി ചിന്തിക്കാതിരുന്നവരുടെ ശുദ്ധീകരണാത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. കരങ്ങൾ ഉയർത്തി ഇവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 കരുണയായിരിക്കണമേ. ആരാധന. പാപങ്ങൾ മോചിക്കും ചേർന്ന് പാടാം. കാരുണ്യവാരിധേ ആത്മാക്കൾക്ക് ആത്മാക്കൾക്കാശ്വാസം നൽകണമേ. ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. പാപങ്ങൾ ഇപ്പൊ ലോകം മുഴുവൻ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയോട് ചേർത്ത് കാരുണ്യവാരി ജീവനുള്ള ദീപബലിയോട് ചേർത്ത് ആരാധന സമർപ്പിക്കുന്നു. ആത്മാക്കൾക്കാശ്വാസം നൽകണമേ. കരങ്ങൾ കൂപ്പി ഈ ലോകത്തിന് ശേഷമുള്ള ജീവിതത്തിനായി ഒന്നും നൽകാതിരുന്ന ശുദ്ധീകരണാത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. ഞങ്ങൾക്ക് ഭരമേൽപ്പിക്കപ്പെട്ട വൻ കാര്യങ്ങളാൽ തന്നെ വിധി അതികഠിനമായിരിക്കുന്ന ശുദ്ധീകരണാത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. മാർപ്പാപ്പമാരും രാജാക്കന്മാരും ഭരണാധികാരികളുമായ ശുദ്ധീകരണാത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. മെത്രാന്മാരും
അവരുടെ ഉപദേശകരുമായ ശുദ്ധീകരണാത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. എന്റെ അധ്യാപകരും മതാധ്യാപകരും ആത്മീയ ഉപദേശകരുമായ ശുദ്ധീകരണാത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. കത്തോലിക്ക സഭയിൽ മരിച്ചുപോയ വൈദികരായ ശുദ്ധീകരണാത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. സഭയിൽ മരിച്ചുപോയ സന്യസ്തരായ ശുദ്ധീകരണാത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. വിശുദ്ധ വിശ്വാസത്തിന്റെ സംരക്ഷകരായ ശുദ്ധീകരണാത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. യുദ്ധക്കളത്തിൽ മരിച്ചുപോയ ശുദ്ധീകരണാത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. നമുക്ക് രണ്ട് കരങ്ങൾ ഉയർത്തി ഈ ആത്മാക്കളെല്ലാം സമർപ്പിച്ച് വൈദികർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു. നമുക്ക് മാമോദിസം മുഖ്യ വൈദികര്, കുമ്പസാരിപ്പിച്ച വൈദികര്, ബലിയർപ്പിച്ച വൈദികര്, നമ്മളെ ആദികുർബാനയ്ക്ക് ഒരുക്കിയ സിസ്റ്റേഴ്സ്, ഇവർക്ക് വേണ്ടി ഒന്ന് ഓർത്ത് പ്രാർത്ഥിച്ച് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് പാപങ്ങൾ മോചിക്കും കാരുണ്യവാൻ കാരുണ്യവാരിധേ യേശുവേ, ആത്മാക്കൾക്കാശ്വാസം ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. പാപങ്ങൾ പാപങ്ങൾ മോചിക്കും ദിവ്യകാരുണ്യമേ കാരുണ്യവാരിധേ ആത്മാക്കൾക്കാശ്വാസം നൽകണമേ. കരങ്ങൾ കൂപ്പി കടലിൽ മൃതദേഹം അടക്കപ്പെട്ട ആത്മാക്കളുടെ മേൽ യേശുവേ കടലിൽ വീണ് മരിച്ച ആത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. സന്യവാദത്താൽ മരിച്ച ആത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. ഹൃദയാഘാതത്താൽ പെട്ടെന്ന് മരിച്ച ആത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. ക്യാൻസർ എയ്ഡ്സ് രോഗങ്ങൾ സഹിച്ചും മരിച്ചവരുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. പകർച്ചവ്യാധികളാൽ പ്ലേഗ്, അത് വസൂരി പോലുള്ള പകർച്ചവ്യാധികളാൽ മരിച്ച ആത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. സഭയുടെ അന്ത്യകുദാശകൾ സ്വീകരിക്കാതെ പെട്ടെന്ന് അപകടങ്ങളിൽ മരിച്ചവരുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. നമ്മുടെ പ്രിയപ്പെട്ടവരായ മരിച്ച ആത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. നമ്മുടെ പ്രാർത്ഥന ഏറ്റവും അത്യാവശ്യമുള്ള ശുദ്ധീകരണാത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. ആരാലും ഓർക്കപ്പെടാതിരിക്കുന്ന എല്ലാവരും മറന്നുപോയ ശുദ്ധീകരണാത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. സ്വർഗത്തിലെത്തുമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥന അവസാനിപ്പിച്ച എന്നാൽ ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുന്ന ആത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ മരിക്കുന്നവരുടെ മേൽ യേശുവേ ഈ കരുണയുണ്ടാകണമേ. കൊറോണ കാലഘട്ടത്തിൽ ഒരുക്കമില്ലാതെ മരിച്ച ആത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. അങ്ങയുടെ നീതി സിംഹാസനത്തിന് മുമ്പിൽ ഞാൻ നിൽക്കേണ്ടി വരുമ്പോൾ എൻ്റെ പാവപ്പെട്ട ആത്മാവിന്റെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. നമുക്കൊരു നിമിഷം ഒരിക്കൽ കൂടെ കരങ്ങളൊന്ന് കൂപ്പിപ്പിടിക്കണം. ദിവ്യകാരുണ്യത്തെ നോക്കി ഒന്ന് പ്രാർത്ഥിക്കണം. രണ്ട് തീരുമാനം നമ്മൾ എടുക്കണം. ഒന്ന്, ഇനിയുള്ള സമയം സഭയോട് ചേർന്ന് സാധിക്കുന്നത്ര പ്രാർത്ഥനകൾ ചൊല്ലി നല്ല മരണത്തിന് വേണ്ടി ഒരുങ്ങണം. രണ്ട്, നമ്മുടെ മരണം വരെ നമ്മൾ ശുദ്ധീകരണാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ രണ്ട് കാര്യം ഇന്ന് നമ്മൾ തീരുമാനമെടുക്കണം. ഒന്ന്, നമ്മുടെ നല്ല മരണത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. രണ്ട്, ഈ മരണം വരെ ഇനി മറ്റ് ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് രണ്ട് കരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ നീട്ടിപ്പിടിക്കാം. കാരണം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പന് വേണ്ടി നമ്മൾ പ്രതിനിധിയായി പ്രാർത്ഥിക്കണം. നമ്മൾ ഇന്ന് വരെ പ്രാർത്ഥിച്ചത് നമുക്ക് വേണ്ടിയാണ്. എന്നാൽ ഇന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ശുദ്ധീകരണ സ്ഥലത്തിൽ ഈ ദിവ്യകാരുണ്യത്തെ, ഈ പരിശുദ്ധ കൂദാശയെ ഒന്ന് ആദരിക്കാനോ ബഹുമാനിക്കാനോ അവൻ്റെ മുമ്പിൽ ഒന്ന് നിൽക്കാൻ സാധിക്കാതെ വിശ്വാസമില്ലാതെ മരിച്ച ഒരു ശുദ്ധീകരണ സ്ഥലത്തിലുണ്ട്. അവർക്ക് വേണ്ടി രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. എന്നിട്ട് അങ്ങോട്ട് സ്തുതിച്ചേ ഹല്ലേലൂയ 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 ദിവ്യകാരുണ്യ ആശീർവാദ അഭിഷേകം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ
കരങ്ങൾ ഉയർത്തി സ്തുതിക്കുമ്പോൾ കർത്താവിന്റെ അഭിഷിക്തൻ വിശുദ്ധ കുർബാന എടുത്തുയർത്തി ദൈവജനത്തെ ആശീർവദിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. പരിശുദ്ധനെ, ബലവാനെ, അമർത്യനെ, ആരാധന, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.